Good evening all. Board visible അല്ലേ നിങ്ങൾക്ക്? അല്ലെങ്കിൽ പറയണേ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് രണ്ട് പ്രോബ്ലം പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ആ സെറ്റിലിംഗ് വെലോസിറ്റിയുടെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ സെറ്റിലിംഗ് വെലോസിറ്റിയുടെ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം. ഇപ്പൊ ജസ്റ്റ് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോബ്ലം വരാറുണ്ട്. പിന്നെ നമ്മുടെ പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഡിസൈൻ ഡീറ്റെയിൽസിൽ നിന്ന് ഡീറ്റൻഷൻ പീരീഡ് ഉപയോഗിച്ചുള്ള പ്രോബ്ലം വരാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലം നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എസ്റ്റിമേറ്റ് ദ സെറ്റിലിംഗ് വെലോസിറ്റി ഓഫ് സെഡിമെന്റ് പാർട്ടിക്കിൾസ് ഓഫ് ഡയമീറ്റർ 0.05 mm and of specific gravity 2.65 when settling in water medium with a nu equal to 1 into 10⁻⁻6 meter square per second. നമുക്ക് തന്നേക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെറ്റിലിംഗ് വെലോസിറ്റി ആണ്. സെറ്റിലിംഗ് വെലോസിറ്റി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഗിവൺ ഡയമീറ്റർ, പാർട്ടിക്കിളിന്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട് 0.05 mm. 0.05 mm പാർട്ടിക്കിളിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പാർട്ടിക്കിൾ ഈക്വൽ ടു 2.65. അങ്ങനെയാണ്. പിന്നെ ന്യൂ തന്നിട്ടുണ്ട്. ന്യൂ ഈക്വൽ ടു 1 into 10⁻⁻6 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെറ്റിലിംഗ് വെലോസിറ്റി ഇൻ mm പെർ സെക്കൻഡ്. mm പെർ സെക്കൻഡിലുള്ള സെറ്റിലിംഗ് വെലോസിറ്റി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ജസ്റ്റ് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് നേരിട്ട് കിട്ടും. ജസ്റ്റ് യൂണിറ്റ് കൺവേർഷൻ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സെറ്റിലിംഗ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ vs ഈക്വൽ ടു ഇക്വേഷൻ g/80 gs - 1 into d square by nu. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഒരു പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്കിൽ ഒരു പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന വെലോസിറ്റി, അതാണ് vs ഈക്വൽ ടു g/18 into gs - 1 into d square by nu. ഇത് ന്യൂ ആട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ നോട്ട് തന്നപ്പോ മ്യൂ എഴുതിയേക്കണെന്ന് തോന്നുന്നു. മറ്റേ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടേംസിൽ പറയുമ്പോൾ ഇത് ന്യൂ ആ. നമ്മള് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും പിന്നെ ആ ടേംസിൽ പറയുമ്പോൾ ഈ ലാസ്റ്റ് ഡിനോമിനേറ്ററിലുള്ള ടേംസ് മ്യൂ ആണ്. ഡൈനാമിക് വിസ്കോസിറ്റി ഇവിടെ ന്യൂ ആണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി. ഈ ഇക്വേഷനിൽ നമുക്ക് എല്ലാം ഗിവൺ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം 9.81 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിലാണെങ്കിൽ അത് നമുക്ക് ആൻസർ കിട്ടുന്നത് മില്ലിമീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പൊ ജീന് നമുക്ക് 980/18. ഇത് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് 980 എടുത്തത്. /18 gs തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി 2.65 - 1 ഇൻറ്റു പാർട്ടിക്കിളിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.05 mm. നമുക്ക് mm പെർ സെക്കൻഡിൽ വേണ്ട. അപ്പൊ അത് തന്നെ 0.05 mm സ്ക്വയർ ഡിവൈഡ് ബൈ ന്യൂ തന്നിട്ടുണ്ട്. അത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിൽ തന്നേക്കണത്. അതിന് mm സ്ക്വയർ പെർ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ വെറും 1 വരുള്ളൂ. ഈ 10⁻⁻6 പോവില്ലേ? മീറ്റർ സ്ക്വയറിനെ mm സ്ക്വയറിലേക്ക് ആക്കുമ്പോൾ 1 into 10⁻⁻6 എന്നുള്ളത് 1 മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഇതും അങ്ങനെ തന്നെ ആക്കിയേക്കണേ കേട്ടോ. യൂണിറ്റ് കൺവേർഷൻ നടത്തിയേക്കണെയാണ്. എന്നിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ 2.248 mm പെർ സെക്കൻഡ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ആ ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പ്രോബ്ലം വരാറുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആയിട്ടാ കാണുള്ളൂ. അതിപ്പോ യൂണിറ്റ് കൺവേർഷൻ മാത്രമേ വരാറുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഫോർമുല പഠിച്ചിരിക്കണം. ക്യാപിറ്റൽ ജിയുടെ ടേംസിലുള്ളതും സ്മോൾ ജിയുടെ ടേംസിലുള്ള ഫോർമുല അറിഞ്ഞിരിക്കണം. ഇതാണ് ഒരു ടൈപ്പ് പ്രോബ്ലം. ഇനി നമുക്ക് പ്രോബ്ലം മനസ്സിലായില്ലേ? ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുള്ളൂ. ഇക്വേഷനിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്തൊരു ഡീറ്റൻഷൻ, നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഡിസൈൻ എലിമെന്റ്സ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണേ. അടുത്തത് നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം. ഇന്നലെ ഡിസൈൻ എലിമെന്റ്സ് പഠിപ്പിച്ചത് ഓർത്തിരിക്കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെയുള്ള പ്രോബ്ലം ആണ്. പക്ഷെ എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് മനസ്സിലാവണം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്:
dimension of a rectangular settling tank are length equal to 24 meter, width equal to 6 meter, depth equal to 3 meter. If 2 hour detention period for the tank is recommended, the rate of flow of sewage per hour is. Question ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ഒരു റെക്ടാങ്കുലർ സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. ലെങ്ത്തും വിഡ്ത്തും, ലെങ്ത് തന്നിട്ടുണ്ട്, അതിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഡെപ്ത് തന്നിട്ടുണ്ട്. ഡെപ്ത് എച്ച് വെച്ച് ഞാൻ ഡിനോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് 24 മീറ്റർ ആണ്. ഒരു റെക്ടാങ്കുലർ സെഡിമെന്റേഷൻ ടാങ്കിന്റെ ലെങ്ത് 24 മീറ്റർ, അതിന്റെ വിഡ്ത്ത് 6 മീറ്റർ, അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ. പിന്നെ തന്നിട്ടുണ്ട് 2 hour ഡീറ്റൻഷൻ പീരീഡ് ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ഡീറ്റൻഷൻ ടൈം, എൻട്രി ചെയ്ത് എക്സിറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, ആ ടാങ്കിക്കടെ എൻട്രി ചെയ്ത് എക്സിറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ടൈം എന്ന് പറയുന്നത് 2 hours ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. റേറ്റ് ഓഫ് ഫ്ലോ പെർ അവറിലുള്ള റേറ്റ് ഓഫ് ഫ്ലോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു ഡീറ്റൻഷൻ ടൈമിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആ ടാങ്കിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? റേറ്റ് ഓഫ് ഫ്ലോ, ക്യൂ. റേറ്റ് ഓഫ് ഫ്ലോ ആയിരുന്നു. റേറ്റ് ഓഫ് ഫ്ലോ നമ്മൾ ഡിനോട്ട് ചെയ്തോണ്ടിരുന്നത് ക്യൂ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഡീറ്റൻഷൻ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ബൈ റേറ്റ് ഓഫ് ഫ്ലോ ആണ്. അതിൽ നമുക്ക് ഇപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കണം. അപ്പൊ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിനോമിനേറ്ററിലുള്ളത് ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. റേറ്റ് ഓഫ് ഫ്ലോ ഈക്വൽ ടു വോളിയം, ആ ടാങ്കിന്റെ കപ്പാസിറ്റി ബൈ ഡീറ്റൻഷൻ ടൈം. വോളിയം ബൈ ഡീറ്റൻഷൻ ടൈം. ഒരു റെക്ടാങ്കുലർ ടാങ്കിന്റെ വോളിയം എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. നമുക്കറിയാലോ LBH അറിയാം. അപ്പൊ എല്ലാം മീറ്റേഴ്സിലാണ് താനും. അപ്പൊ 24 × 6 × 3. അപ്പൊ വോളിയം കിട്ടും, ആ ടാങ്കിന്റെ കപ്പാസിറ്റി കിട്ടും, ഡിവൈഡഡ് ബൈ ഡീറ്റൻഷൻ ടൈം 2. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. 216 m3/h. അതാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. ജസ്റ്റ് നമുക്ക് പക്ഷേ ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മനസ്സിലായല്ലോ? നമുക്ക് ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുണ്ട്, ഡീറ്റൻഷൻ ടൈമും തന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഈക്വൽ ടു കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഡിവൈഡഡ് ബൈ ഡീറ്റൻഷൻ ടൈം. അപ്പൊ LBH ആണ് ടാങ്കിന്റെ കപ്പാസിറ്റി, ഡീറ്റൻഷൻ ടൈം നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട് 2 hours. അങ്ങനെയാണെങ്കിൽ ആ റേറ്റ് ഓഫ് ഫ്ലോ ആണ് 216 m3/h. ഇതൊരു AEയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അതേ ക്വസ്റ്റ്യൻ ആട്ടോ. ഇങ്ങനെ ചോദിക്കും. അതിനുവേണ്ടി നമ്മൾ ആ ഡിസൈൻ ഡീറ്റെയിൽസ് പഠിക്കണം എന്ന് പറഞ്ഞത്. ആദ്യത്തെ 3 ഡിസൈൻ ഡീറ്റെയിൽസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. അടുത്ത് പറഞ്ഞോട്ടെ. ഇതിന് ഡൗട്ട് വരാവുന്നത് നമ്മുടെ യൂണിറ്റ് കൺവേർഷൻ മാത്രം. അത് സിമ്പിൾ ആയിട്ടുള്ളത് വരുള്ളൂ. ഡേയിനെ അവറിലേക്ക് ആക്കാൻ, പിന്നെ MM-നെ മീറ്ററിലേക്ക്, മീറ്ററിനെ MM-ലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാനേ വരുള്ളൂ. അപ്പൊ ജസ്റ്റ് നമുക്ക് അറിയാം ലിറ്റേഴ്സിനെ മീറ്റർ ക്യൂബിലേക്ക് ആക്കാൻ അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പൊ ജസ്റ്റ് നമുക്ക് അറിയാവുന്നത് പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മതി കേട്ടോ. ഇനിയും ഒരു സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇതും വന്നിട്ടുള്ളതാണ്, സെയിം ക്വസ്റ്റ്യൻ. അതിന്റെ ക്വസ്റ്റ്യൻ: ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ റെക്ടാങ്കുലർ sedimentation tank for a flow of 3 mld with a detention time of 4 hours and velocity of flow of 0.1 meter per minute in square meter is. നമുക്ക് ഈ കേസിൽ പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്കിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡൗട്ട് ചോദിക്കാനാണോ? അടുത്ത ക്വസ്റ്റ്യനില് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ റെക്ടാങ്കുലർ സെഡിമെന്റേഷൻ ടാങ്കിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നേക്കുന്നത് അതിന്റെ ഫ്ലോ തന്നിട്ടുണ്ട്. ഫ്ലോ എന്ന് പറയുന്നത് ആ റെക്ടാങ്കുലർ സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് എൻറ്റർ ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം വാട്ടർ ആണ്, എത്രമാത്രം വോളിയം ഓഫ് വാട്ടർ ആണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതാണ് നമുക്ക് തന്നേക്കുന്നത് കേട്ടോ.
the cross sectional area of the rectangular sedimentation tank for a flow of 3 mld. അത് തന്നേക്കുന്നത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് ഈ ടാങ്കില്, ഈ സെറ്റിലിംഗ് ടാങ്കില് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്, അതാണ് തന്നേക്കുന്നത്. വോളിയം ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് ആണ് തന്നേക്കുന്നത്. ട്രീറ്റ് ചെയ്യുന്ന വാട്ടറിന്റെ വോളിയം അത് തന്നേക്കുന്നത് 3 mld എന്നാണ് തന്നേക്കുന്നത്. 3 mld. mld എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ. അപ്പൊ അതിന് നമുക്ക് നമ്മുടെ മീറ്റർ ക്യൂബ് പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അവിടെ ഒരു കൺവേർഷൻ വരണ്ടേ, അത് നമ്മൾ കൺവേർട്ട് ചെയ്യണത്. പിന്നെ നമുക്ക് തന്നേക്കുന്നത് ഡീറ്റൻഷൻ ടൈമാണ്. ഡീറ്റൻഷൻ ടൈം തന്നിട്ടുണ്ട് 4 hours. പിന്നെ വെലോസിറ്റി ഓഫ് ഫ്ലോ തന്നിട്ടുണ്ട്. ഈ ടേംസ് എല്ലാം, ഈ എലമെന്റ്സ് എല്ലാം നമ്മൾ ഇന്നലെ പഠിച്ചതാട്ടോ. വെലോസിറ്റി ഓഫ് ഫ്ലോ തന്നിട്ടുണ്ട് 0.1 meter per minute. ക്രോസ് സെക്ഷണൽ ഏരിയ കാണണം. നമുക്ക് വോളിയം ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് തന്നേക്കുന്നത് 3 mld ആണ്. 3 mld എങ്ങനെ നമുക്ക് മീറ്റർ ക്യൂബ് പെർ അവറിലേക്ക് ആക്കാന്ന്, ആ ക്വാണ്ടിറ്റിനെ മീറ്റർ ക്യൂബ് പെർ അവറിലാണ് എക്സ്പ്രസ് ചെയ്യണത്. അത് എങ്ങനെയാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മില്യൺ എന്ന് വെച്ചാൽ 10⁻⁶. അപ്പൊ 3 × 10⁻⁶. പിന്നെ ലിറ്റേഴ്സിനെ മീറ്റർ ക്യൂബിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 10 ക്യൂബ്. ഇനി ഡേയിനെ അവറിലേക്ക് ആക്കാൻ ഒരു ഡേ എന്ന് പറയുന്നത് 24 hours. അപ്പൊ ഡിവൈഡഡ് ബൈ 24. ഈ കൺവേർഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. 3 mld നമ്മൾ കൺവേർട്ട് ചെയ്ത് മീറ്റർ ക്യൂബ് പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്തേക്കുവാണ്. അപ്പൊ നമുക്ക് ആൻസർ 125 meter cube per hour. വോളിയം ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് നമുക്ക് ഇങ്ങനെ കിട്ടും. അത് മീറ്റർ ക്യൂബ് മിക്കവാറും തരാറ് ഈ mld തന്നെയാണ് തരാറ്. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്ത് മീറ്റർ ക്യൂബ് പെർ അവറിലേക്ക് ആക്കണം. മില്ലിനെ കൺവേർട്ട് ചെയ്ത് ഇൻറ്റു 10⁻⁶. ലിറ്റേഴ്സിനെ മീറ്റർ ക്യൂബ് ആക്കാൻ ഡിവൈഡഡ് ബൈ 10⁻3. അതുപോലെ ഡേയിനെ അവറിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 24. നമുക്ക് വോളിയം ഓഫ് വാട്ടർ ട്രീറ്റഡ് യൂണിറ്റ് കൺവേർട്ട് ചെയ്തുള്ളത് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കൽ എന്താ? ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ആദ്യം നമുക്ക് ടാങ്കിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. കപ്പാസിറ്റി ഓഫ് ടാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒന്ന് നോക്കട്ടോ, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. അപ്പൊ ടാങ്കിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ടാങ്കിന്റെ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്ക് എത്രമാത്രം വാട്ടർ ട്രീറ്റ് ചെയ്യണം അത് മൾട്ടിപ്ലൈഡ് ബൈ ഡീറ്റൻഷൻ ടൈം. അപ്പൊ ഈ വോളിയം, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ട്രീറ്റഡ്, വാട്ടർ ടു ബി ട്രീറ്റഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡീറ്റൻഷൻ ടൈം. അപ്പൊ നമുക്ക് ടാങ്കിന്റെ കപ്പാസിറ്റി കിട്ടും. LBH എന്നുള്ള ക്വാണ്ടിറ്റി കിട്ടും. അപ്പൊ നമുക്ക് 125 മൾട്ടിപ്ലൈഡ് ബൈ 4, കപ്പാസിറ്റി 500 meter cube എന്ന് കിട്ടി. മനസ്സിലായോ? ഇത്രയും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ നമുക്ക് തന്നേക്കുന്ന വോളിയം ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡീറ്റൻഷൻ ടൈം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് കിട്ടി. ഇനി നമുക്ക് ടാങ്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നതാണ്. അത് ഡിസൈൻ എലമെന്റ്സിന്റെ ആ പോർഷൻ ഒന്നുകൂടി നോക്കിയിട്ട് നിങ്ങൾ പ്രോബ്ലം നോക്കട്ടോ. നമുക്ക് അടുത്തത് ടാങ്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ടാങ്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി വെലോസിറ്റി ഓഫ് ഫ്ലോ മൾട്ടിപ്ലൈഡ് ബൈ ഡീറ്റൻഷൻ ടൈം ആണ് ലെങ്ത് ഓഫ് ടാങ്ക്. ഇത് ഇത്ര ലെങ്തി ആയിട്ട് ചെയ്യണമെങ്കിലും പ്രോബ്ലം വന്നിട്ടുള്ളതാ. എയുടെ ഇതിൽ പ്രോബ്ലം വന്നിട്ടുള്ളതാണ്. ലെങ്ത് ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ ആണ്. വെലോസിറ്റി ഓഫ് ഫ്ലോ മൾട്ടിപ്ലൈഡ് ബൈ ഡീറ്റൻഷൻ ടൈം. കപ്പാസിറ്റി കാണാൻ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് മൾട്ടിപ്ലൈഡ് ഡീറ്റൻഷൻ ടൈം ആയിരുന്നു. ലെങ്ത് ഓഫ് ടാങ്ക് ആണ് വെലോസിറ്റി ഓഫ് ഫ്ലോ മൾട്ടിപ്ലൈഡ് ബൈ ഡീറ്റൻഷൻ ടൈം. വെലോസിറ്റി ഓഫ് ഫ്ലോ നമുക്ക് തന്നിട്ടുണ്ട് 0.1 meter per minute. അപ്പൊ 0.1 മൾട്ടിപ്ലൈഡ് ബൈ ഡീറ്റൻഷൻ ടൈം. നമുക്ക് ലെങ്ത് വേണ്ടത് മീറ്ററിലാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ഡീറ്റൻഷൻ ടൈമിന് 4 hours അല്ലേ, 4 hours മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാട്ടോ 240 minutes. അപ്പൊ നമുക്ക് ആൻസർ 24 meter എന്ന് കിട്ടും അതിന്റെ ലെങ്ത്. ഈ 240 വന്നത് ഡീറ്റൻഷൻ ടൈം അവറിലായിരുന്നു തന്നേക്കുന്നത്. നമുക്ക് ലെങ്ത് മീറ്ററിലാണ് വേണ്ടത്. അത് കാരണം മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തതാട്ടോ.
മനസ്സിലായില്ലേ? വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻറ്റു ഡിറ്റൻഷൻ ടൈം ആണ് ലെങ്ത് ഓഫ് ദ ടാങ്ക്. ഇനി നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഫൈനല് ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ടാങ്കിന്റെ കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ലെങ്ത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ടാങ്കിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കിട്ടുള്ളൂ. കപ്പാസിറ്റി നമുക്ക് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 500 ബൈ ലെങ്ത് എത്ര കിട്ടിയ 24. നമുക്ക് ആൻസർ 20.8 മീറ്റർ സ്ക്വയറിന് ഫൈനൽ ആൻസർ കിട്ടും. അപ്പൊ ഈ 3 സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഫൈനൽ ആൻസർ ക്രോസ് സെക്ഷൻ ഏരിയ കിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ ഈ പ്രോബ്ലം. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് കിടക്കാം. പ്രോബ്ലം നിങ്ങൾ ഒന്നോട്ട് നോക്ക്, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കും കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചു തരാം. ആദ്യമേ ഡിസൈൻ എലമെന്റ്സ് പഠിക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. ഫസ്റ്റ് സ്ക്രീനിങ് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലെയിൻ സെഡിമെന്റേഷൻ ആയിരുന്നു. പ്ലെയിൻ സെഡിമെന്റേഷൻ കഴിഞ്ഞിട്ട് അതിൽ സെറ്റിൽ ആവാത്തതിനെ നമ്മൾ സെഡിമെന്റേഷൻ വിത്ത് കൊയാഗുലേഷൻ, അതിൽ ഫ്ലോക്കുലേഷനും ക്ലാരിഫിക്കേഷൻ അങ്ങനെ 2 പ്രോസസ്സ് നടന്നാണ് സെറ്റിൽ ചെയ്യണത്. എന്നിട്ട് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും കൂടെ കഴിഞ്ഞു. അപ്പൊ 4 സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജ്, വാട്ടർ ട്രീറ്റ്മെന്റിന്റെ ഫൈനൽ സ്റ്റേജ് എത്തി, ഡിസ്ഇൻഫെക്ഷൻ. ഫൈനൽ സ്റ്റേജ് ഓഫ് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ് ഡിസ്ഇൻഫെക്ഷൻ. ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള പാത്തജൻസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ബാക്ടീരിയനെ ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ് ഡിസ്ഇൻഫെക്ഷൻ. ഫിൽറ്റേർഡ് വാട്ടർ കണ്ടെയ്ൻസ് പാത്തോജനിക് ബാക്ടീരിയ വിച്ച് ഇസ് റിമൂവ്ഡ് ബൈ സർട്ടൻ കെമിക്കൽസ് സച്ച് ആസ് ക്ലോറിൻ. എന്തെങ്കിലും ഡിസ്ഇൻഫെക്റ്റന്റ് യൂസ് ചെയ്ത് ബാക്ടീരിയ അതുപോലത്തെ പാത്തജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ് ഡിസ്ഇൻഫെക്ഷൻ. ഈ ഡിസ്ഇൻഫെക്ഷനും സ്റ്റെറിലൈസേഷൻ ഞാൻ ജസ്റ്റ് പറയുന്നു എന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ട്രീറ്റ്മെന്റിലുള്ളതല്ല. സ്റ്റെറിലൈസേഷൻ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ചെയ്യില്ലേ, ഈ സ്റ്റെറിലൈസേഷൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് എപ്പോഴും തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുള്ളതാ. ഡിസ്ഇൻഫെക്ഷനിൽ ആക്ച്വലി നമ്മുടെ ബാക്ടീരിയ പോലത്തെ പാത്തജൻസിനെ റിമൂവ് ചെയ്യുന്നേ ഉള്ളൂ. ഡിസ്ഇൻഫെക്റ്റന്റ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്യും, എന്നിട്ട് നമ്മുടെ ആ വാട്ടർ നമുക്ക് പോർട്ടബിൾ ആയിട്ട് മാറ്റും. അതാണ് ഡിസ്ഇൻഫെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം സ്റ്റെറിലൈസേഷനിൽ അവിടെയുള്ള എല്ലാ ലൈഫിനെയും കിൽ ചെയ്യുവാണ്, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. കില്ലിംഗ് ആണ് നടക്കുന്നത് സ്റ്റെറിലൈസേഷന്. എലിമിനേറ്റ് ഓൾ ലൈഫ്, അതാണ് ഡിഫറൻസ്. അപ്പൊ ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഡിസ്ഇൻഫെക്ഷൻ ഈസ്, അപ്പൊ അതിന്റെ അകത്ത് കില്ലിംഗ് മൈക്രോ ഓർഗാനിസംസ് പിന്നെ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, അങ്ങനെ 2 ഓപ്ഷൻ കാണും. അപ്പൊ പെട്ടെന്ന് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കില്ലിങ്ങിൽ കൊണ്ടുപോയി കുത്താനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഈ ഡിസ്ഇൻഫെക്ഷനില് റിമൂവൽ ആണ് നടക്കുന്നത്. ഇനിയിപ്പോ റിമൂവൽ ഒന്നും ഇല്ല, കില്ലിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ ആക്ച്വലി നടക്കുന്നത് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ്. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എല്ലാ ലൈഫിനെയും എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് സ്റ്റെറിലൈസേഷനിൽ നടക്കുന്നത്. അതിന്റെ ഡിഫറൻസ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മുടെ പ്രോസസ്സ് ഡിസ്ഇൻഫെക്ഷൻ. അപ്പൊ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്ഇൻഫെക്റ്റന്റ് ഏതെങ്കിലും കെമിക്കൽസിനെ ആഡ് ചെയ്തിട്ടാണ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതില് മൈനർ മെത്തേഡ്സും ഉണ്ട്. ഡിസ്ഇൻഫെക്ഷന് മൈനർ മെത്തേഡ്സും ഉണ്ട്, മേജർ മെത്തേഡ്സും ഉണ്ട്. അതിലെ മൈനർ മെത്തേഡ്സ് ഒരു 4-5 ഉണ്ട്. അതാദ്യം നമുക്ക് നോക്കാം. മൈനർ മെത്തേഡ്സ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബോയിലിംഗ് ആണ്. ബോയിലിംഗ് ഓഫ് വാട്ടർ. വാട്ടറിന് സിംപ്ലി ബോയിൽ ചെയ്യുന്നു. പക്ഷെ ഇത് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ വാട്ടർ സപ്ലൈ സ്കീമിൽ ഒന്നും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഹൗസ് ഹോൾഡ് പർപ്പസിലൊക്കെയാണ് ബോയിലിംഗ് എന്നുള്ള ആ ഒരു ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഹൗസ് ഹോൾഡ് പർപ്പസിൽ മാത്രമാണ് ബോയിലിംഗ് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഹൗസ് ഹോൾഡ് പർപ്പസിൽ വാട്ടർ സപ്ലൈയില്
വാട്ടർ സപ്ലൈ സ്കീമിലൊന്നും ഇത് അഡോപ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് അത്ര അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ഡിസിൻഫെക്റ്റിംഗ് മെത്തേഡ് ആണ് ട്രീറ്റ്മെന്റ് വിത്ത് എക്സസ് ലൈം. എക്സസ് ലൈം, ലൈമിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി കൊടുത്തിട്ട് വാട്ടറിൽ ഡിസിൻഫെക്ഷൻ നടത്തുകയാണ് ഈ പ്രോസസ്സിൽ ചെയ്യുന്നത്. ഈ പ്രോസസ്സും നമ്മുടെ വാട്ടർ സപ്ലൈ ഡ്രിങ്കിങ്ങിന് നമ്മൾ എന്താ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ സപ്ലൈ ചെയ്യുന്ന വാട്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം ലൈമിന്റെ ആ ഒരു ഡീമെറിറ്റ്സ് നമുക്ക് വാട്ടറിൽ ലൈമോ എക്സസോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഈ മെത്തേഡും യൂസ് ചെയ്യുന്നില്ല, വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇനി തേർഡ് വൺ ആണ് ട്രീറ്റ്മെന്റ് വിത്ത് ഓസോൺ. ഓസോൺ ട്രീറ്റ്മെന്റ് ഒരു ഡിസിൻഫെക്ഷൻ മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ പാക്ഡ് ഡ്രിങ്കിങ് വാട്ടറിന്റെ ഒക്കെ കേസിൽ നമ്മൾ ബോട്ടിൽഡ് വാട്ടർ വാങ്ങില്ലേ, അങ്ങനത്തെ ഉള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ബോട്ടിൽഡ് വാട്ടർ പ്ലാന്റില് ഇത് എവിടെ യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ, ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓസോൺ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ബോട്ടിൽഡ് പാക്ഡ് ഡ്രിങ്കിങ് വാട്ടറിന്റെ ഒക്കെ ആ പ്ലാന്റ്സിലാണ് ഓസോൺ ട്രീറ്റ്മെന്റ് ഡിസിൻഫെക്ഷൻ മെത്തേഡായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയാലോ? 3 മെത്തേഡ്: ബോയിലിംഗ്, ട്രീറ്റ്മെന്റ് വിത്ത് എക്സസ് ലൈം, തേർഡ് വൺ ഈസ് ഓസോൺ ട്രീറ്റ്മെന്റ്. ഇനി ഫോർത്ത് വൺ ആണ് ട്രീറ്റ്മെന്റ് വിത്ത് അയഡിൻ ആൻഡ് ബ്രോമിൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. അയഡിനും ബ്രോമിനും ഡിസിൻഫെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഫോർത്ത് മെത്തേഡ് അയഡിൻ ആൻഡ് ബ്രോമിൻ. അത് കൂടുതലും യൂസ് ചെയ്യണത് സ്വിമ്മിംഗ് പൂൾസിന്റെ കേസിൽ. സ്വിമ്മിംഗ് പൂൾസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അയഡിനും ബ്രോമിനും യൂസ് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ ആർമി ട്രൂപ്സ്, മിലിറ്ററി ക്യാമ്പിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചില പ്രൈവറ്റ് പ്ലാന്റ്സിലും നമ്മൾ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളിന്റെ ട്രീറ്റ്മെന്റിന് അയഡിനും ബ്രോമിനും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. സ്വിമ്മിംഗ് പൂൾസിൽ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നത് ഏതാണ്? അയഡിനും ബ്രോമിനും. ചിലപ്പോൾ ഓപ്ഷനിൽ അയഡിൻ മാത്രം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ബ്രോമിൻ മാത്രം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ രണ്ടും കൂടി തരാറുണ്ട്. അപ്പൊ സ്വിമ്മിംഗ് പൂൾസിന്റെ ട്രീറ്റ്മെന്റ് അയഡിനും ബ്രോമിനും ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ടെന്ന് ഓർത്തിരിക്കാം. ഇനി ഫിഫ്ത്ത് വൺ ആണ് ട്രീറ്റ്മെന്റ് വിത്ത് അൾട്രാ വയലറ്റ് റേസ്. UV റേസ് ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഈ UV റേസ് നമുക്ക് യൂസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഇത് ഡെവലപ്ഡ് കൺട്രീസിലാണ് അഡോപ്റ്റ് ചെയ്യാറുള്ളൂ. ഡെവലപ്ഡ് കൺട്രീസിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഡെവലപ്ഡ് കൺട്രീസിൽ സ്വിമ്മിംഗ് പൂളിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാറ്. സ്വിമ്മിംഗ് പൂൾ ട്രീറ്റ്മെന്റ്. അപ്പൊ ഈ സ്വിമ്മിംഗ് പൂളിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇങ്ങനെ ഓപ്ഷൻസ് വരുമ്പോൾ ചിലപ്പോൾ അയഡിനും ബ്രോമിനും കാണില്ലെങ്കിൽ നമുക്ക് UV റേസ് അഡോപ്റ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ കൂടുതലും ചോദിക്കാതെ സ്വിമ്മിംഗ് പൂളിന്റെ കേസിൽ അയഡിനും ബ്രോമിനാണ് ചോദിക്കാറ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ട്രീറ്റ്മെന്റ് വിത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യണത് നമ്മുടെ റൂറൽ വില്ലേജിലൊക്കെ വില്ലേജ് വെൽസിലാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യണത്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന് വേറെ 2 പേരുകൾ പറയുന്നുണ്ട്, അത് അറിഞ്ഞിരിക്കണേ. കാൻഡീസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ പിങ്കീസ്. കാൻഡീസ് ഫ്ലൂയിഡ് ഓർ പിങ്കീസ് നമ്മുടെ വില്ലേജ് വെൽസിലൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള മെത്തേഡാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ഉള്ള ട്രീറ്റ്മെന്റ്. പക്ഷെ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത് ഓർഗാനിക് മാറ്ററിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. റിമൂവ്
ഓർഗാനിക് മാറ്റർ. ഈ 2 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓർഗാനിക് മാറ്റർ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി ആ വെല്ലില് ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ നമ്മൾ ഈ കൊടുക്കുന്ന ഈ പിങ്ക് കളർ ഇല്ലേ, ഒരു വയലറ്റ് പോലത്തെ ഒരു കളർ ഇല്ലേ, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ആ കളർ ഡിസപ്പിയർ ചെയ്യുന്നതാണ് പറയുന്നത്. ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ കളർ ഡിസപ്പിയർ ചെയ്യും. ഡിസപ്പിയറൻസ് ഓഫ് കളർ. അപ്പൊ ആ 2 പോയിന്റ് ഓർത്തിരിക്കുക കേട്ടോ. ഇത് 2 ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓർഗാനിക് മാറ്ററിനെ റിമൂവ് ചെയ്യാനാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ വെൽസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന വാട്ടർ സോഴ്സിൽ ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കളർ ഡിസപ്പിയർ ചെയ്യും. ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമല്ല, അത് ഡൈലൂട്ട് ചെയ്ത് ഒരു സർട്ടൻ എമൗണ്ട് നമ്മുടെ ഈ വെല്ലിൽ വാട്ടറിലൊക്കെ ഡൈലൂട്ട് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഓർഗാനിക് മാറ്റർ പ്രസൻസ് ഉണ്ടെങ്കിൽ കളർ ഡിസപ്പിയർ ചെയ്യും. അത്ര ഓർത്തിരിക്കുക. അതാണ് നമ്മുടെ മൈനർ മെത്തേഡ്. പിന്നെ ഓർമ്മയുണ്ട് സിൽവർ. സിൽവർ ട്രീറ്റ്മെന്റ് വിത്ത് സിൽവർ, അത് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറില്ല. അത് വെച്ചുള്ള ട്രീറ്റ്മെന്റ് പറയുന്നത് കാറ്റഡിങ് പ്രോസസ്. കാറ്റഡിങ് പ്രോസസ് എന്നാണ് പറയുന്നത്. ഇലക്ട്രോ കാറ്റഡിങ് പ്രോസസ്. അതും നമ്മുടെ പബ്ലിക് വാട്ടർ സപ്ലൈയിലൊന്നും നമ്മൾ അഡോപ്റ്റ് ചെയ്യാറില്ല, കാരണം കോസ്റ്റ്ലി ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ മേജർ ആയിട്ട് നമ്മൾ മൈനർ ഡിസിൻഫെക്ഷൻ മെത്തേഡ്സിൽ പറഞ്ഞത് ഏതൊക്കെയാ? ഫസ്റ്റ് ബോയിലിങ്, സിംപ്ലി ബോയിൽ ചെയ്യുന്നു. വാട്ടർ സപ്ലൈ സ്കീമിൽ നമുക്ക് അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലൈം, എക്സസ് ആയിട്ട് ലൈം ചെയ്യുന്ന പ്രോസസ്സും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഓസോൺ ട്രീറ്റ്മെന്റ്, പാക്ഡ് ഡ്രിങ്കിങ് വാട്ടർ, ആ ഒരു കേസിലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. പിന്നെ അയഡിനും ബ്രോമിനും സ്വിമ്മിംഗ് പൂളിന്റെ ഒക്കെ ട്രീറ്റ്മെന്റില്. പിന്നെ അൾട്രാവയലറ്റ് യൂസ് ചെയ്യുന്നത് ഡെവലപ്ഡ് കൺട്രീസിലെ സ്വിമ്മിംഗ് പൂളിന്റെ ഒക്കെ ട്രീറ്റ്മെന്റില്. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വില്ലേജ് വെൽസിലൊക്കെയാണ് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ സിൽവറും കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറില്ല. ഇനി നമ്മുടെ മേജർ മെത്തേഡ്, ഡിസിൻഫെക്ഷന്റെ മേജർ മെത്തേഡ് ഏതായിരുന്നു? ക്ലോറിനേഷൻ ആണ്. ക്ലോറിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോറിന് നമുക്ക് പല ഫോമില് ഡിസിൻഫെക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. അത് ഫ്രീ ക്ലോറിനായിട്ട്, ഫ്രീ ക്ലോറിൻ പല ഫോംസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രീ ക്ലോറിനായിട്ട് യൂസ് ചെയ്യാം, ലിക്വിഡ് ക്ലോറിനായിട്ട് യൂസ് ചെയ്യാം. ലിക്വിഡ് ക്ലോറിന് പറയുന്നതാണ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. NaOCl, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. അടുത്തത് കമ്പൈൻഡ് ക്ലോറിനായിട്ട് വേറെ ഏതെങ്കിലും ഒരു ഗ്യാസിന്റെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. കമ്പൈൻഡ് ക്ലോറിനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഹൈപ്പോക്ലോറൈറ്റ് ഓർ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ബ്ലീച്ചിങ് പൗഡർ ആയിട്ട് ആ ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോമുല അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ഇമ്പോർട്ടന്റ് ആട്ടോ. ബ്ലീച്ചിങ് പൗഡറിന്റെ നെയിം കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. അല്ലെങ്കിൽ എന്തെന്ന് പറയാം? അല്ലെങ്കിൽ ഹൈപ്പോക്ലോറൈറ്റ് ഓഫ് ലൈം. കാൽഷ്യം അല്ലേ, അപ്പൊ ഹൈപ്പോക്ലോറൈറ്റ് ഓഫ് ലൈം എന്നും പറയാം. ഹൈപ്പോക്ലോറൈറ്റ് ഓഫ് ലൈം. ഇത് 2 ഓപ്ഷൻസ് കാണാറുണ്ട് കേട്ടോ. 2 പേരും പഠിച്ചിരിക്കുക. ബ്ലീച്ചിങ് പൗഡറിന്റെ വേറെ ഒരു പേരാണ്. ഇനി ബ്ലീച്ചിങ് പൗഡറിൽ എമൗണ്ട് ഓഫ് ക്ലോറിൻ, അവൈലബിൾ ആയിട്ടുള്ള ക്ലോറിൻ എന്ന് പറയുന്നത്, ബ്ലീച്ചിങ് പൗഡറിന്റെ കേസിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലോറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 33 ആണ്. അല്ലെങ്കിൽ അത് നമുക്കൊരു റേഞ്ച് പറയാം, 30 to 35%. ഈ ഒരു എമൗണ്ട് ആണ്. എത്ര എമൗണ്ട് ക്ലോറിൻ ആണ് ബ്ലീച്ചിങ് പൗഡറിൽ അവൈലബിൾ എന്ന് ചോദിക്കാറുണ്ട്. 33 അങ്ങനെ തന്നെ തരുവാണെങ്കിൽ, അല്ലെങ്കിൽ 30 to 35%, ആ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും ക്ലോറിന്റെ എമൗണ്ട്. അറിഞ്ഞിരിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ക്ലോറിൻ ടാബ്ലറ്റ്സ്, ക്ലോറിൻ ടാബ്ലറ്റ് ഫോമിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ക്ലോറമീൻസ് ആയിട്ടും, ക്ലോറമീൻസ്, പിന്നെ ക്ലോറിൻ ഡയോക്സൈഡ് ClO2, ഈ ഫോമിലൊക്കെ
നമ്മൾ ക്ലോറിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ബ്ലീച്ചിങ് പൗഡറിന്റെ നെയിം കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് അല്ലെങ്കിൽ ഹൈപ്പോക്ലോറൈറ്റ് ഓഫ് ലൈം. പിന്നെ അതിന്റെ എമൗണ്ട് 33 1/3%. ബ്ലീച്ചിങ് പൗഡറിൽ ക്ലോറിന്റെ എമൗണ്ട് ആട്ടോ 33 1/3%, ഓർ റേഞ്ച് പറയുകയാണെങ്കിൽ 30 to 35%. ഇത്രയും ഫോമിലാണ് നമ്മൾ ക്ലോറിൻ അപ്ലൈ ചെയ്യുന്നത്. അതിനകത്ത് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് ഓർത്തിരിക്കാം. ഇനി അടുത്തൊരു ടേമാണ് ക്ലോറിൻ ഡിമാൻഡ്. ക്ലോറിൻ ഡിമാൻഡ്. ക്ലോറിൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ സപ്ലൈയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ക്ലോറിന്റെയും ആ ക്വാണ്ടിറ്റിയുടെയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ നടന്നു, ആ മൈക്രോബ്സ് അതൊക്കെ കൺസ്യൂം ചെയ്ത് അതിനാവശ്യമുള്ളതൊക്കെ കൺസ്യൂം ചെയ്ത് അവിടെ ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ക്ലോറിൻ ഇല്ലേ, അതാണ് റെസിഡുവൽ ക്ലോറിൻ. അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്ലോറിനും അത് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ റെസിഡുവൽ ക്ലോറിനായിട്ട് ഫോം ചെയ്യുന്ന ക്ലോറിന്റെയും എമൗണ്ടിലുള്ള ഡിഫറൻസ്, അതാണ് ക്ലോറിൻ ഡിമാൻഡ്. ക്ലോറിൻ ഡിമാൻഡ് is the difference between amount of chlorine added to the water and amount of chlorine remaining at the end of specified contact period. ക്ലോറിൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന്റെയൊക്കെ ഡിഫറൻസ് ആണ്? amount of chlorine added മൈനസ് റെസിഡുവൽ ക്ലോറിൻ എന്ന് പറയാം. എല്ലാ ആക്ഷനും കഴിഞ്ഞിട്ട് അവിടെ റിമെയിൻ ചെയ്യുന്ന ക്ലോറിൻ, അതിനാണ് റെസിഡുവൽ ക്ലോറിൻ എന്ന് പറയുന്നത്. അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആണ് ക്ലോറിൻ ഡിമാൻഡ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ക്ലോറിൻ ഡിമാൻഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ഇനി നമ്മുടെ ക്ലോറിനേഷൻ പ്രോസസ്സ്. ആ പ്രോസസ്സിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ക്ലോറിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ അവിടെ HOCl-ഉം HCl-ഉം ഫോം ചെയ്യും. നമ്മുടെ ക്ലോറിനും വാട്ടറുമായിട്ട് ഹൈഡ്രോളിസിസ് നടത്തി HOCl-ഉം HCl-ഉം ഫോം ചെയ്യും. ഈ HOCl ആണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. പേരറിഞ്ഞിരിക്കണേ, ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl. ഇനി HOCl എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ അത് തന്നെ നിൽക്കില്ല, അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? H+ അയോൺസും OCl- അയോൺസും ഫോം ചെയ്യും. ഈ OCl- അയോൺസ് എന്ന് പറയുന്നത് ഹൈപ്പോക്ലോറൈറ്റ് അയോൺസ് ആണ്. ഹൈപ്പോക്ലോറൈറ്റ്. ഈ HOCl-ഉം ഹൈപ്പോക്ലോറസ് ആസിഡും ഇവിടെ ഫോം ചെയ്ത ഹൈപ്പോക്ലോറൈറ്റ് അയോൺസും ആണ് ഈ ക്ലോറിനേഷൻ പ്രോസസ്സിൽ ഡിസിൻഫെക്ടന്റ് പ്രോപ്പർട്ടി കൊടുക്കുന്ന എലമെന്റ്സ്. ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കാം. അപ്പൊ ക്ലോറിനേഷൻ എന്ന പ്രോസസ് ആണ് ക്ലോറിനും വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് ഹൈപ്പോക്ലോറസ് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഫോം ചെയ്യും. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് ഡിസോസിയേറ്റ് ചെയ്ത് H+ അയോൺസും ഹൈപ്പോക്ലോറൈറ്റ് അയോൺസും ഫോം ചെയ്യും. ഈ രണ്ട് ഹൈപ്പോക്ലോറസ് ആസിഡും ഹൈപ്പോക്ലോറൈറ്റ് അയോൺസും ആണ് ഡിസിൻഫെക്ടന്റ് പ്രോപ്പർട്ടി നമ്മുടെ ഈ പ്രോസസ്സിൽ നൽകുന്നത്. ഇതിന്റെ പ്രസൻസ് കൊണ്ടാണ് അവിടെ ഡിസിൻഫെക്ഷൻ നടക്കുന്നത്. ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് ഓഫ് ക്ലോറിൻ ഹാസ് നോ ഡിസിൻഫെക്ടന്റ് പ്രോപ്പർട്ടി? ഒരു 4 ഓപ്ഷൻ തന്നിട്ട് അതിൻ്റെ അകത്ത് ഏതിനാണ് ഡിസിൻഫെക്ടന്റ് പ്രോപ്പർട്ടി ഇല്ലാത്തത്? അതിന്റെ ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷൻ ഹൈപ്പോക്ലോറസ് ആസിഡ്, സെക്കൻഡ് ഓപ്ഷൻ ഹൈപ്പോക്ലോറൈറ്റ് അയോൺസ്, തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് മോണോക്ലോറമീനും ട്രൈക്ലോറമീനും. അപ്പൊ നമുക്കറിയാം ഹൈപ്പോക്ലോറസ് ആസിഡും ഹൈപ്പോക്ലോറൈറ്റ് അയോൺസും രണ്ടിനും ഡിസിൻഫെക്ടന്റ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് 4 ഡിസിൻഫെക്ടന്റ് പ്രോപ്പർട്ടി ഇല്ലാത്തത് ഇതിൽ ഏതെങ്കിലും രണ്ടിലായിരിക്കും. അപ്പൊ അതിലും ഈ മോണോക്ലോറമീൻ ആണ് ഡിസിൻഫെക്ടന്റ് പ്രോപ്പർട്ടി ഇല്ലാത്തത്. മോണോക്ലോറമീൻ ഹാസ് നോ ഡിസിൻഫെക്ടന്റ് പ്രോപ്പർട്ടി. ഡിസിൻഫെക്ടന്റ് പ്രോപ്പർട്ടി ഇല്ലാത്തത് മോണോക്ലോറമീൻ അന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ക്ലോറിനേഷൻ നോക്കാം. പല ടൈപ്പ് ക്ലോറിനേഷൻ ഉണ്ട്.
ക്ലോറിനേഷന്റെ ടൈപ്സ് ഓഫ് ക്ലോറിനേഷൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്ലെയിൻ ക്ലോറിനേഷൻ. പ്ലെയിൻ ക്ലോറിനേഷൻ ആണ് ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്, അല്ല ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില കേസസിൽ വാട്ടർ നമ്മുടെ ട്രീറ്റ് ചെയ്യാനുള്ള വാട്ടറിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ, ഹൈലി പൊല്യൂട്ടഡ് അല്ലാത്ത കേസിൽ നമുക്ക് ജസ്റ്റ് ക്ലോറിനേഷൻ മാത്രം നടത്തിയാൽ മതിയായിരിക്കും. ഈ പറഞ്ഞ സ്ക്രീനിങ്ങോ സെഡിമെന്റേഷനോ ഫിൽട്രേഷനോ ഒന്നും നടത്താതെ ജസ്റ്റ് ക്ലോറിനേഷൻ മാത്രം നടത്തിയാൽ മതിയായിരിക്കും. അങ്ങനെയുള്ള കേസിൽ അതിനെയാണ് ഈ പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ വരുമ്പോൾ ചോദിക്കുന്നത് പ്ലെയിൻ ക്ലോറിനേഷൻ ഇസ് ഡൺ ആഫ്റ്റർ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ക്ലോറിനേഷൻ സാധാരണ ചെയ്യുന്നത് എപ്പോഴാണ്? ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ ആക്ച്വലി ഇതാണ് സംഭവം. പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി പൊല്യൂട്ടഡ് അല്ലാത്ത വാട്ടറിന്റെ കേസിൽ നമ്മൾ ജസ്റ്റ് ക്ലോറിനേഷൻ മാത്രം ചെയ്യുന്നതാണ് പ്ലെയിൻ ക്ലോറിനേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ട്യൂബ് വെല്ലിൽ നിന്നുള്ള വാട്ടറിലൊന്നും എല്ലാ ട്രീറ്റ്മെന്റും ഒന്നും നടത്തേണ്ട കാര്യമില്ല. അവിടെ ക്ലോറിനേഷൻ മാത്രമാണ് അഡോപ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഹൈലി പൊല്യൂട്ടഡ് അല്ലാത്ത വാട്ടറിന്റെ കേസിലൊക്കെ ജസ്റ്റ് ക്ലോറിനേഷൻ മാത്രം ചെയ്യാറുള്ളൂ. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് പ്ലെയിൻ ക്ലോറിനേഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാതെ, പക്ഷേ പ്ലെയിൻ ക്ലോറിനേഷൻ ഈസ് ഡൺ ആഫ്റ്റർ ഏത് സ്റ്റേജ് ആണെന്ന് ചോദിക്കാറുണ്ട്. അത് ഫിൽട്രേഷൻ തന്നെയാണ് ആൻസർ വരാറ്. പക്ഷെ ആക്ച്വലി പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംപ്ലി ക്ലോറിനേഷൻ മാത്രം നടത്തുന്ന ആ ഒരു പ്രോസസ്സ്. ഇനി സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ പ്രീ ക്ലോറിനേഷൻ. എല്ലാം നമുക്ക് നെയിമിൽ തന്നെ മനസ്സിലാവും. പ്രീ ക്ലോറിനേഷൻ എന്ന് വെച്ചാൽ എന്താ? പ്രീ മീൻസ് ബിഫോർ. നമുക്ക് ഏതെങ്കിലും പ്രോസസ്സിന് മുമ്പ്, അപ്പൊ ഈ 4 സ്റ്റേജ് കഴിഞ്ഞിട്ടും ഡിസിൻഫെക്ഷൻ നടത്തുന്ന കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള കേസിലൊക്കെ ചിലപ്പോ നമുക്ക് സെഡിമെന്റേഷന് മുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോക്കുലേഷൻ ഒക്കെ നടത്തിയില്ലേ അതിന് മുമ്പോ ഫിൽട്രേഷന് മുമ്പോ ഒക്കെ നമ്മൾ ക്ലോറിനേഷൻ ചെയ്യാറുണ്ട് ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിന്റെ കേസിൽ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് പ്രീ ക്ലോറിനേഷൻ. ബിഫോർ സെഡിമെന്റേഷൻ ഓർ ഫിൽട്രേഷൻ, ഈ പ്രോസസ്സിനൊക്കെ മുമ്പ് ക്ലോറിനേഷൻ ചെയ്യുവാണെങ്കിൽ അതിന് പറയുകയാണ് പ്രീ ക്ലോറിനേഷൻ. അത് എപ്പോഴായിരിക്കും നടത്തുന്നത്? ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിന്റെ കേസിൽ. ഹൈലി പൊല്യൂട്ടഡ് ആണ് സോഴ്സ് എങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതാണ് പ്രീ ക്ലോറിനേഷൻ. നെക്സ്റ്റ് ടൈപ്പ് ആണ് പോസ്റ്റ് ക്ലോറിനേഷൻ. പോസ്റ്റ് ക്ലോറിനേഷൻ എന്ന് വെച്ചാൽ പോസ്റ്റ് മീൻസ് ആഫ്റ്റർ. അപ്പൊ ആഫ്റ്റർ ചെയ്യുന്നത് നമ്മുടെ ഇപ്പൊ നമ്മൾ 4 സ്റ്റേജും കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ യൂഷ്വലി ചെയ്യുന്ന പ്രോസസ്സാണ് പോസ്റ്റ് ക്ലോറിനേഷൻ. When the chlorine is added in the water after all treatment, എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ക്ലോറിനേഷനെയാണ് പോസ്റ്റ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഓൾ ട്രീറ്റ്മെന്റ്, അതിനാണ് പോസ്റ്റ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അതപ്പോ ജനറലി ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് ചെയ്യാറ്. അതിനൊരു കോണ്ടാക്ട് പീരീഡ് പറയാറുണ്ട്. കോണ്ടാക്ട് പീരീഡ് എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. കോണ്ടാക്ട് പീരീഡ് 30 മിനിറ്റ്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. 30 മിനിറ്റ്സ് ആണ് കോണ്ടാക്ട് പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെ പറഞ്ഞു? പ്ലെയിൻ ക്ലോറിനേഷൻ പറഞ്ഞു, പ്രീ ക്ലോറിനേഷൻ പറഞ്ഞു, പോസ്റ്റ് ക്ലോറിനേഷൻ പറഞ്ഞു. നെക്സ്റ്റ് വൺ ആണ് ഡബിൾ ക്ലോറിനേഷൻ. ഫോർത്ത് വൺ ഡബിൾ ക്ലോറിനേഷൻ. ഡബിൾ ക്ലോറിനേഷൻ എന്തായിരിക്കും? ക്ലോറിനേഷൻ ഈസ് ഡൺ ട്വൈസ്. 2 പ്രാവശ്യം ക്ലോറിനേഷൻ ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഡബിൾ ക്ലോറിനേഷൻ. ഡബിൾ ക്ലോറിനേഷൻ എന്ന് വെച്ചാൽ ട്വൈസ് ക്ലോറിനേഷൻ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ക്ലോറിനേഷനെയും പോസ്റ്റ് ക്ലോറിനേഷനെയും ഒരു കോമ്പിനേഷൻ ആയിട്ട് പറയാം. നമ്മൾ ഫിൽട്രേഷനും സെഡിമെന്റേഷനും മുമ്പും ഏതെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റിന് മുമ്പും ക്ലോറിനേഷൻ ചെയ്യും. അതുപോലെ എല്ലാ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും ക്ലോറിനേഷൻ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഡബിൾ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാവുന്ന ഡബിൾ ക്ലോറിനേഷൻ ആകുമ്പോൾ റെസിഡ്യൂ ക്ലോറിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ലേ? കാരണം 2 പ്രാവശ്യം ക്ലോറിനേഷൻ ചെയ്തു. അപ്പൊ ക്ലോറിന്റെ എമൗണ്ട് കുറച്ചവിടെ റിമൈൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന റെസിഡ്യൂ ക്ലോറിന്റെ ആ റേഞ്ച് എന്ന് പറയുന്നത് 0.1 to 0.2 ppm. 0.1 to 0.2 ppm ഓർത്തിരിക്കുക കേട്ടോ. റെസിഡ്യൂ ക്ലോറിൻ 0.1 to 0.2 ppm ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഫോർത്ത് ടൈപ്പ് പറഞ്ഞു. ഫിഫ്ത്ത് ടൈപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ.
ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ കേസ് തന്നെ ക്ലോറിൻ ഡിമാൻഡ് കേസിൽ പറഞ്ഞില്ലേ, നമ്മൾ ക്ലോറിനൊക്കെ ആഡ് ചെയ്തിട്ട് റെസിഡ്യൂ ക്ലോറിൻ ആ ഫോം ചെയ്യുന്ന ആ പോയിന്റിനാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഒരു വാട്ടർ സോഴ്സിൽ അല്ല ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയ ഒക്കെ കൺസ്യൂം ചെയ്തു. ഇനി അവർക്ക് ഒട്ടും ആവശ്യമില്ല, അപ്പൊ അവിടെ അവര് പിന്നെ അത് കൺസ്യൂം ചെയ്യില്ല. അപ്പൊ അങ്ങനെ ബാക്കി റെസിഡ്യൂ ക്ലോറിൻ ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ ആ ഒരു പോയിന്റിനാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. എല്ലാം കൺസ്യൂം ചെയ്തു, ഇനി അവർക്ക് കൺസ്യൂം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇല്ല, ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി കൺസ്യൂം ചെയ്ത് ബാക്ടീരിയനെ ഒക്കെ റിമൂവ് ചെയ്തു. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് ബ്രേക്ക് പോയിന്റ്. അപ്പൊ ഉണ്ടാവുന്ന നടത്തുന്ന ക്ലോറിനേഷൻ ആണ് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ എന്ന് പറയും. അപ്പൊ റെസിഡ്യൂൽ ക്ലോറിൻ ഫോം ചെയ്യുന്ന ക്ലോറിനേഷൻ ഏതാന്ന് ചോദിച്ചാൽ ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷനാണ്. നമ്മുടെ ഡബിൾ ക്ലോറിനേഷൻ ഒന്നും അല്ല കേട്ടോ, അത് ശരിക്കും പറയുന്നത് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷനാണ്. റെസിഡ്യൂൽ ക്ലോറിൻ ഈ കേസിലൊക്കെ ഒരു ട്വൈസ് ചെയ്യുന്ന കാരണം ഒരു ജസ്റ്റ് ഒരു ഫ്യൂ എമൗണ്ട് ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ആക്ച്വലി ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ എന്ന പ്രോസസ്സിലാണ് റെസിഡ്യൂൽ ക്ലോറിൻ ഫോം ചെയ്യുന്നത്. The addition of chlorine beyond break point is known as break point chlorination. ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്നതാണ് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. റെസിഡ്യൂൽ ക്ലോറിൻ ഫോം ചെയ്യുന്ന സ്റ്റേജ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ ആണ്. റെസിഡ്യൂൽ ക്ലോറിൻ ഫോർമേഷൻ നടക്കുന്നത് ഈ സ്റ്റേജിലാണ്, ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ. അപ്പൊ ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് റെസിഡ്യൂ ക്ലോറിൻ ഫോർമേഷൻ ഉണ്ടാവുന്നത്. ഇനി 6th വൺ ആണ് സൂപ്പർ ക്ലോറിനേഷൻ. സൂപ്പർ ക്ലോറിനേഷൻ ആ നെയിമിൽ നിന്ന് വ്യക്തമാണ്. ഹൈലി നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുന്ന കേസ്. ഹൈലി അങ്ങനെ അത് ഏത് കേസിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പിഡമിക് ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ, ഒരു ഏരിയയിൽ പകർച്ചവ്യാധികളൊക്കെ വരും, അല്ലെങ്കിൽ വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ അവിടുത്തെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ക്ലോറിനേഷൻ ആണ് സൂപ്പർ ക്ലോറിനേഷൻ. ഇൻ കേസ് ഓഫ് ഹൈലി പൊല്യൂട്ടഡ് ഏരിയ ക്വസ്റ്റ്യൻ കാണാറ് ഡ്യൂറിങ് എപ്പിഡമിക് കണ്ടീഷനിലൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ക്ലോറിനേഷൻ ആണ് സൂപ്പർ ക്ലോറിനേഷൻ. ഇമ്പോർട്ടന്റ് ആട്ടോ. ഇനി അടുത്തതാണ് ഡീക്ലോറിനേഷൻ. സൂപ്പർ ക്ലോറിനേഷൻ നടത്തി കഴിയുമ്പോൾ അവിടെയൊക്കെ ക്ലോറിന്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടുന്ന് ആ ക്ലോറിനെ വിഡ്രോ ചെയ്യണം. അതാണ് ഡീക്ലോറിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നടക്കുന്നത്. Dechlorination is the process of removal of excess chlorine. Dechlorination, removal of excess chlorine. ഇത്രയാണ് ടൈപ്സിൽ വരുന്നത് കേട്ടോ. ഏതൊക്കെയായിരുന്നു? പ്ലെയിൻ ക്ലോറിനേഷൻ, ജസ്റ്റ് ഹൈലി പൊല്യൂട്ടഡ് അല്ലാത്ത വാട്ടറിന്റെ കേസിൽ അഡോപ്റ്റ് ചെയ്യുന്നതാണ് പ്ലെയിൻ ക്ലോറിനേഷൻ. പ്രീ ക്ലോറിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്സിനൊക്കെ ഏത് ട്രീറ്റ്മെന്റ് പ്രോസസ്സിന് മുമ്പ് അഡോപ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ പ്രീ ക്ലോറിനേഷൻ. പോസ്റ്റ് ക്ലോറിനേഷൻ സാധാരണ നമ്മുടെ എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതാണ്. ഡബിൾ ക്ലോറിനേഷൻ ട്വൈസ് ക്ലോറിനേറ്റ് ചെയ്യുവാണെങ്കിൽ. ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് അത് കൺസ്യൂം ചെയ്ത് അതിന്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ. അവിടെയാണ് റെസിഡ്യൂ ക്ലോറിന്റെ ഫോർമേഷൻ ഉണ്ടാവുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന് വെച്ചാൽ എപ്പിഡമിക്സിന്റെ കേസിലും ഹൈലി പൊല്യൂട്ടഡ് ആയ വാട്ടറിന്റെ കേസിലൊക്കെ നമ്മൾ ഒരു എക്സസ് ആയിട്ട് ക്ലോറിനേറ്റ് ചെയ്യുവാണെങ്കിൽ അതാണ് സൂപ്പർ ക്ലോറിനേഷൻ. പിന്നെ ഡീക്ലോറിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള ക്ലോറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. അത് മിക്കവാറും അഡോപ്റ്റ് ചെയ്യാറ് സൂപ്പർ ക്ലോറിനേഷൻ എന്ന പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും. അത്രയും ടൈപ്സ് ഓർത്തിരിക്കാം. ഇനി ഡീക്ലോറിനേറ്റിംഗ് ഏജൻസ്, കുറെ ഏജൻസ് ഉണ്ട്, അത് നിങ്ങൾ നോക്കി പഠിച്ചോ. കുറെ പേരുണ്ട്, അതിന്റെ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഡീക്ലോറിനേറ്റിംഗ് ഏജൻസിന്റെ പേര് അറിഞ്ഞിരിക്കണം. സൾഫർ ഡയോക്സൈഡ് ഡീക്ലോറിനേറ്റിംഗ് ഏജൻസ്. ഡീക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏജൻസ് ആണ് സൾഫർ ഡയോക്സൈഡ്, പിന്നെ ആക്ടിവേറ്റഡ് കാർബൺ. ആക്ടിവേറ്റഡ് കാർബൺ ഒരു മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതൊരു ഡീക്ലോറിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോഡിയം സൾഫേറ്റ് Na2SO3, സോഡിയം ബൈസൾഫേറ്റ് NaHSO3,
സോഡിയം തയോസൾഫേറ്റ്, Na2S2O3, സോഡിയം മെറ്റാ ബൈസൾഫേറ്റ്, Na2S2O5, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. ഇത്രയാണ് ഡീക്ലോറിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് പേര് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ ക്ലോറിൻ റെസിഡുവിനുള്ള ടെസ്റ്റ്, കുറെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ ടെസ്റ്റുകളുടെ പേരും അറിഞ്ഞിരിക്കണം. അത് ഓപ്ഷൻസ് കാണുമ്പോൾ അതിങ്ങനെ ക്ലോറിൻ റെസിഡ്യൂസ് കണ്ടുപിടിക്കാൻ ആ ടെസ്റ്റ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ടെസ്റ്റിംഗ് ഓഫ് ക്ലോറിൻ റെസിഡ്യൂസ്. അതിന്റെ പേരാണ് ഓർത്തോടൊളിഡിൻ ടെസ്റ്റ്. ആ പേര് ചോദിക്കാറുണ്ട്, ഓർത്തോടൊളിഡിൻ. അതുപോലെ ആംബ്രോമെട്രിക് ടെസ്റ്റ്, അത് കാണാറുണ്ട്, ആംബറോമെട്രിക് ടെസ്റ്റ്. ഈ രണ്ടെണ്ണെങ്കിലും അറിഞ്ഞിരിക്കാം കേട്ടോ. ഇത് രണ്ടുമാണ് കാണാറുള്ളത്. പിന്നെ ഉള്ളത് DPD ടെസ്റ്റ്, ഡൈഥൈൽ പാരഫിനൈലൈൻ ഡയമീൻ ടെസ്റ്റ്, ക്ലോറോടെക്സ്, സ്റ്റാർച്ച് ഐഡോയിഡ് ടെസ്റ്റ്, ഓർത്തോടൊളിഡിൻ ആർസനൈറ്റ് ടെസ്റ്റ്. സ്റ്റാർച്ച് ഐഡൈഡ് ടെസ്റ്റും കാണാറുണ്ട്, സ്റ്റാർച്ച് ഐഡൈഡ് ടെസ്റ്റ്. ഇതൊക്കെ എന്താണ്? റെസിഡ്യൂ ക്ലോറിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ്. ഓർത്തോടൊളിഡിൻ, ആംബ്രോമെട്രിക്, സ്റ്റാർച്ച് ഐഡൈഡ് ടെസ്റ്റ്, പിന്നെ കുറച്ച് ടെസ്റ്റുകളില്ല, DPD ടെസ്റ്റ്, അതുപോലെയുള്ള ക്ലോറോടെക്സ്, കുറച്ച് ടെസ്റ്റും കൂടെ ഉണ്ട്. ഇതിന്റെ അകത്ത് തന്നെ ഈ മൂന്ന് ടെസ്റ്റ് നമ്മുടെ ക്ലോറിൻ ഫ്രീ ആൻഡ് കമ്പൈൻഡ് ഫോം, നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു പല ഫോമിൽ അപ്ലൈ ചെയ്യുന്നു. ഫ്രീ ആൻഡ് കമ്പൈൻഡ് ഫോമിലുള്ള ക്ലോറിനെ ടെസ്റ്റ് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ കുറെ പറഞ്ഞ ടെസ്റ്റിൽ ഈ മൂന്ന് ടെസ്റ്റ് ആണ്. ഫ്രീ ആൻഡ് കമ്പൈൻഡ് ക്ലോറിന്റെ ടെസ്റ്റ് ആണ് ഈ മൂന്നെണ്ണം. 5-6 പേരുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ് കൂടെ ഉണ്ട്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള 5 ട്രീറ്റ്മെന്റും കഴിഞ്ഞു. സ്ക്രീനിങ്, സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കോയാഗുലേഷൻ, ഫിൽട്രേഷൻ, 5th വൺ ഡിസിൻഫെക്ഷൻ. ഇനി അടുത്ത് കുറച്ച് മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ്. ഈ ട്രീറ്റ്മെന്റ് ഒന്നും അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് എയറേഷൻ. എയറേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ഗ്യാസസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ്, അതുപോലെ അയൺ, മാംഗനീസ്, ആ എലമെന്റ്സിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. എയറേഷൻ എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, പിന്നെ മാംഗനീസ്, അയണിന്റെ ഒക്കെ പ്രസൻസ് എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റക്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ്, ഈ 2 ഗ്യാസസ് ആണ് അസിഡിറ്റി കോസ് ചെയ്യുന്നത്. നമ്മുടെ വാട്ടർ സോഴ്സിൽ അസിഡിറ്റി കോസ് ചെയ്യുന്ന 2 ഗ്യാസസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും. അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി എയറേഷന് വേണ്ടി നമ്മൾ സ്പ്രേ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓക്കെ. ഇനി ഡിഫറെന്റ് മെത്തേഡ്സ് ചെയ്യാറുണ്ട്. ബൈ യൂസിങ് സ്പ്രേ നോസിൽസ്, ബൈ പെർമിറ്റിംഗ് വാട്ടർ ടു ട്രിക്കിൾ ഓവർ കാസ്കേഡ്സ്, എയർ ഡിഫ്യൂഷൻ. അതൊക്കെ എയറേഷൻ ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ്. സ്പ്രേ നോസിൽസ്, കാസ്കേഡ്സ്, എയർ ഡിഫ്യൂഷൻ, അതൊക്കെ വഴിയാണ് നമ്മൾ എയറേഷൻ തന്നെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. ഈ സെക്കൻഡ് പ്രോസസ് ആണ് ട്രീറ്റ്മെന്റ് വിത്ത് ആക്ടിവേറ്റഡ് കാർബൺ. ആക്ടിവേറ്റഡ് കാർബൺ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് അനാലിസിന്റെ ഒക്കെ കേസ് പറഞ്ഞപ്പോ ഓർഡറും ടേസ്റ്റും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ആക്ടിവേറ്റഡ് കാർബൺ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഈ ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയുന്നത്. ഇമ്പ്യൂരിറ്റീസിനൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റിയ ഒരു ഗുഡ് അബ്സോർബന്റ് ആണ്. അപ്പൊ അവിടെ ഈ ടേസ്റ്റും ഓർഡറും ഒക്കെയാണ് റിമൂവ് ചെയ്യുന്നത് ആക്ടിവേറ്റഡ് കാർബൺ യൂസ് ചെയ്ത്. റിമൂവ് ടേസ്റ്റ് ആൻഡ് ഓർഡർ. ടേസ്റ്റ് ഓർഡർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ് ആണ് ആക്ടിവേറ്റഡ് കാർബൺ യൂസ് ചെയ്ത് ചെയ്യുന്നത്.
ഇനി അടുത്ത ട്രീറ്റ്മെന്റ് ആണ് കോപ്പർ സൾഫേറ്റ്. ഇമ്പോർട്ടന്റ് ആണ് കോപ്പർ സൾഫേറ്റ്, CuSO4. കോപ്പർ സൾഫേറ്റ് നമ്മൾ ആൽഗൽ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ എപ്പോഴും ചോദിക്കാറില്ല കേട്ടോ. കൺട്രോൾ ഓഫ് ആൽഗൽ ഗ്രോത്ത്. ആൽഗയുടെ പ്രസൻസ് കൊണ്ടും വാട്ടർ അസിഡിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൽഗൽ ഗ്രോത്ത് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോപ്പർ സൾഫേറ്റ്. അതുപോലെ തന്നെ കളറും ടേസ്റ്റ് ഓർഡറും ഒക്കെ കോപ്പർ സൾഫേറ്റ് യൂസ് ചെയ്തും നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മൾ ആക്ടിവേറ്റ് കാർബൺ പറഞ്ഞൊപ്പം നമ്മൾ അന്ന് കോപ്പർ സൾഫേറ്റ് പറഞ്ഞായിരുന്നു. കോപ്പർ സൾഫേറ്റ് ഇതും റിമൂവ് ചെയ്യും. അതുപോലെ ആൽഗൽ ഗ്രോത്ത് കൺട്രോൾ ചെയ്യണം. ഇതാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കൺട്രോൾ ഓഫ് ആൽഗൽ ഗ്രോത്ത് ബൈ കോപ്പർ സൾഫേറ്റ്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്താണ് ടൈപ്സ് ഓഫ് വാൽവ്സ്. നമ്മുടെ PSCയുടെ വ്യൂവില് ക്വസ്റ്റ്യൻ വരാറുള്ള പോർഷൻസ് ആണ് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പറയാറ്. അപ്പൊ അതിന്റെ അകത്ത് ടൈപ്സ് ഓഫ് വാൽവ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ടൈപ്സ് ഓഫ് വാൽവ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൽവ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വാൽവ് എന്ന് പറയുന്നത് ഗേറ്റ് വാൽവ്. എല്ലാ നെയിംസും പഠിക്കണം കേട്ടോ. ഒരു വാൽവിന് തന്നെ ഒരു 3-4 പേരുണ്ട്. എല്ലാ പേരും അവർ മാറി ചോദിക്കാറുണ്ട്. ഗേറ്റ് വാൽവ് മാത്രം നമ്മൾ ചിലപ്പോൾ ഓർത്തിരിക്കുള്ളൂ, പക്ഷെ എല്ലാ പേരും മാറി ചോദിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം സെയിം ആണെന്ന് ഓർത്തിരിക്കണം. ഗേറ്റ് വാൽവിന് പറയുന്ന വേറെ നെയിംസ് ആണ് സ്ലൂയിസ്, അല്ലെങ്കിൽ ഷട്ട് ഓഫ് വാൽവ്, അതുപോലെ തന്നെ സ്റ്റോപ്പ് വാൽവ്. പല നെയിംസ് ഉണ്ട്. ഈ 4 പേരും പഠിക്കണം. സ്റ്റോപ്പ് വാൽവ്സ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറിയാണ് ചോദിക്കാറ്. ഇത് യൂസ് ചെയ്യുന്നത് ഫ്ലോയിനെ റെഗുലേറ്റ് ചെയ്യാൻ. നമ്മുടെ വാട്ടർ സപ്ലൈ നമ്മുടെ മെയിനിലൊക്കെ ഫ്ലോയിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റെഗുലേറ്റ് ഫ്ലോ ഓഫ് വാട്ടർ. അതിന് യൂസ് ചെയ്യുന്നതാണ് ഗേറ്റ് വാൽവ്, അല്ലെങ്കിൽ സ്ലൂയിസ് വാൽവ് ഓർ സ്റ്റോപ്പ് വാൽവ് ഓർ ഷട്ട് ഓഫ് വാൽവ്. അതുപോലെ തന്നെ ഇത് നമ്മൾ സാധാരണ സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്യാറ്. ഇതിന്റെ സ്പേസിംഗ് എന്ന് പറയുന്നത്, ഈ വാൽവ്സുകൾ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 150 to 300 മീറ്റർ ആണ് കൊടുക്കാറ്. 150 to 300 മീറ്റർ ആണ് കൊടുക്കാറ്. പിന്നെ അവിടെ അത് യൂസ് ചെയ്യണത്, ലൊക്കേറ്റ് ചെയ്യണത് ലോ പ്രഷർ പോയിന്റ്സിലാണ് ഈ വാൽവ്സ് ലൊക്കേറ്റ് ചെയ്യാറ്. ലോ പ്രഷർ പോയിന്റ്സ്, ഈ പറയുന്ന പോയിന്റ്സ് ഓർത്തിരിക്കണം കേട്ടോ. എല്ലാം ഓരോരോ ക്വസ്റ്റ്യൻ ആയിരിക്കും. ലോ പ്രഷർ പോയിന്റ്സിലാണ് ഇത് യൂസ് ചെയ്യാറ്. അപ്പൊ ഫസ്റ്റ് വാൽവ് ആണ് ഗേറ്റ് വാൽവ്. അതിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ് ഫ്ലോയിനെ റെഗുലേറ്റ് ചെയ്യാനാണ് ഈ വാൽവ് യൂസ് ചെയ്യണത്. സ്പേസിംഗ് 150 to 300 മീറ്റർ ആണ്. റേഞ്ച് ഒക്കെ മാറി പലയിടത്തും കാണാട്ടോ. നമ്മൾ ടെക്സ്റ്റിലൊക്കെ കാണുന്നത് 150 to 300 മീറ്റർ ആണ്. പിന്നെ ലോ പ്രഷർ പോയിന്റ്സിലാണ് ഈ വാൽവ് സാധാരണ സിറ്റുവേറ്റ് ചെയ്യാറ്, ലൊക്കേറ്റ് ചെയ്യാറ്. ഇനി അടുത്ത വാൽവാണ് ചെക്ക് വാൽവ്. ഫസ്റ്റ് വാൽവ് ഗേറ്റ് വാൽവ്, സെക്കൻഡ് വാൽവ് ചെക്ക് വാൽവ്. ചെക്ക് വാൽവിന്റെ വേറെ പേരാണ് റിഫ്ലക്സ് വാൽവ് ഓർ നോൺ റിട്ടേൺ വാൽവ്. വെരി ഇമ്പോർട്ടന്റ് ആണ് ഇത്. ചെക്ക് വാൽവ് ഓർ റിഫ്ലക്സ് വാൽവ് ഓർ നോൺ റിട്ടേൺ വാൽവ്. നോൺ റിട്ടേൺ വാൽവ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന്റെ പർപ്പസ് എന്താണെന്ന് ഓർമ്മയിൽ വരും. പക്ഷെ ചെക്ക് വാൽവ് എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. അപ്പൊ അതാണ് പറഞ്ഞത് 3 പേരും പഠിക്കണം. നോൺ റിട്ടേൺ വാൽവ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് ഫ്ലോ, വാട്ടറിന്റെ ബാക്ക്വേർഡ് ഫ്ലോവിനെ പ്രിവെന്റ് ചെയ്യുക. അതാണ് ഇതിന്റെ ലക്ഷ്യം. പ്രിവെന്റ് ബാക്ക്വേർഡ് ഫ്ലോ. പ്രിവെന്റ് ബാക്ക്വേർഡ് ഫ്ലോ. ചെക്ക് വാൽവ് അല്ലെങ്കിൽ റിഫ്ലക്സ് വാൽവ്, നോൺ റിട്ടേൺ വാൽവ് യൂസ് ചെയ്യുന്നത് ബാക്ക്വേർഡ് ഫ്ലോയിനെ തടയാൻ വേണ്ടി. നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ ഒക്കെ ഇല്ലേ, നമ്മൾ എവിടെയും എന്തെങ്കിലും ഹോട്ടലിലൊക്കെ കൈ പെട്ടെന്ന് വലിക്കില്ലേ, അപ്പൊ ആ ഒരു ബാക്ക്വേർഡ് ഫ്ലോയിനെ പ്രിവെന്റ് ചെയ്യുക. അതാണ് ഇവിടുത്തെ ചെക്ക് വാൽവിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആട്ടോ. പിന്നെ ഈ വാൽവ് നമ്മള് സാധാരണ സക്ഷൻ പൈപ്പില് കാണപ്പെടുന്ന വാൽവ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സക്ഷൻ പൈപ്പിന്റെ കേസിലാണ് ഈ വാൽവ് നമ്മൾ കാണാറ്. നമ്മുടെ ഫുഡ് വാൽവ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. തിരിച്ച് വെള്ളം ബാക്ക്വേർഡ് വാട്ടർ ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നല്ലേ നമ്മുടെ ഫുഡ് വാൽവ് നമ്മൾ പറയില്ലേ, അതൊക്കെ നമ്മുടെ ചെക്ക് വാൽവ് ആണ്.
ചെക്ക് വാൽവ് അല്ലെങ്കിൽ റിഫ്ലക്സ് വാൽവ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ് ആണ്. 2 പോയിന്റ് ഓർത്തിരിക്കുക. ബാക്ക്വേർഡ് ഫ്ലോയിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ കൊടുക്കുന്ന വാൽവാണ്. അതുപോലെ തന്നെ സക്ഷൻ പൈപ്പിലാണ് സാധാരണ കൊടുക്കാറ്. ഒരു സക്ഷൻ ലൈനിന്റെ എൻഡ് ഓഫ് എ സക്ഷൻ ലൈനിൽ ചെക്ക് വാൽവ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്നതാണ് ഫുഡ് വാൽവ്. നമ്മളിപ്പോ പറഞ്ഞില്ലേ ഫുഡ് വാൽവ് എന്ന് പറയുന്നത് ഒരു സക്ഷൻ ലൈനിന്റെ എൻഡിലാണ് വാൽവ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് പറയുന്ന നെയിമാണ് ഫുഡ് വാൽവ്. ഇത്ര ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത വാൽവാണ് സ്കോർ വാൽവ് അല്ലെങ്കിൽ ബ്ലോ ഓഫ് വാൽവ് ഓർ വാഷ് ഔട്ട് വാൽവ് ഓർ ഡ്രെയിൻ വാൽവ് ഓർ സ്കോർ വാൽവ്, റിസീവർ വാൽവ്. 5-6 പേരുണ്ട് അതിന്. പക്ഷെ അതത്ര ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. എപ്പോഴും ചോദിക്കുന്ന റിഫ്ലക്സിന്റെ കാര്യം ചോദിക്കാറ്. അടുത്ത തേർഡ് ടൈപ്പ് ആണ് സ്കോർ വാൽവ് ഓർ ബ്ലോ ഓഫ് വാൽവ് or wash out valve or drain valve or receiver valve. ഇതെല്ലാം ഒരു വാൽവ് ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെഡ് എൻഡ്സിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡിപ്രഷൻസ് ഒക്കെ ഉള്ള കേസിൽ പൈപ്പ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, പൈപ്പ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന വാൽവാണ് ഈ വാൽവ്. ഡെഡ് എൻഡ്സിൽ ഡിപ്രഷൻസ് ഉള്ള കേസിലൊക്കെ. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. നമ്മൾ വാട്ടർ സപ്ലൈ ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ അത് വാട്ടറിനെ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടി ഏത് വാൽവാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ഡ്രെയിൻ വാട്ടറിനെ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സപ്ലൈ ഒക്കെ ക്ലോസ് ചെയ്തിട്ട് അവിടുന്ന് വാട്ടറിനെ ഡ്രെയിൻ ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന വാൽവാണ് സ്കോർ വാൽവ്. 3 പോയിന്റ്സ് ഓർത്തിരിക്കുക. ഡിപ്രഷൻസില്, ഡെഡ് എൻഡ്സില്, അതുപോലെ തന്നെ വാട്ടറിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ടർ സപ്ലൈയിൽ നിന്നൊക്കെ വാട്ടറിനെ ഡ്രെയിൻ ചെയ്യേണ്ട പർപ്പസ് ഉണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് സ്കോർ വാൽവ്. ഇനി ഫോർത്ത് ടൈപ്പ് ആണ് പ്രഷർ വാൽവ് അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് വാൽവ്. പ്രഷർ റിലീഫ് വാൽവ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് വാൽവ് അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് വാൽവ്. ആ വാൽവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വാട്ടർ ഹാമർ എഫക്റ്റ് ഒക്കെ വരുന്ന കേസിൽ പ്രഷർ പെട്ടെന്ന് പ്രഷറൊക്കെ ഒരു പൈപ്പ് ലൈനിലൊക്കെ പെട്ടെന്ന് ഒരു വാട്ടർ ഹാമർ പ്രഷർ ഒക്കെ വരുവാണെങ്കിൽ അതിനെ റിലീവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് പ്രഷർ റിലീഫ് വാൽവ്. ഈ റിലീഫ് വാൽവ് നമ്മളൊരു പ്രഷറൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ വാട്ടർ ലൈനിക്കടെ സപ്ലൈ ലൈനിക്കടെ വാട്ടറിനെ വിടുന്നത്. നമ്മൾ ആ സെറ്റ് ചെയ്ത പ്രഷറിനേക്കാൾ കൂടുതൽ എക്സസ് ആയിട്ട് പ്രഷർ വരുന്ന കേസിൽ അപ്പോഴൊക്കെയാണ് വാട്ടർ ഹാമർ എഫക്റ്റ് ഒക്കെ വരുന്നത്. ആ കേസിൽ നമ്മൾ കൊടുക്കുന്ന വാൽവാണ് പ്രഷർ റിലീഫ് വാൽവ്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ കേസ് നമ്മളെ ഓപ്ഷൻസിൽ റിലീഫ് വാൽവ് എന്ന് കാണാറുണ്ട് കേട്ടോ. സിംപ്ലി റിലീഫ് വാൽവ് എന്ന് പറയാറുണ്ട്. പ്രഷർ റിലീഫ് വാൽവ് തന്നെയാണ് സിംപ്ലി റിലീഫ് വാൽവ് എന്ന് പറയുന്നത്. അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? വാട്ടർ ഹാമർ എഫക്റ്റ് റിലീവ് ചെയ്യാൻ, വാട്ടർ ഹാമർ പ്രഷർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രഷർ റിലീഫ് വാൽവ്. അപ്പൊ നിങ്ങൾ ആ പേരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇത് നമ്മൾ ലോ പോയിന്റ്സിലാണ് പ്രൊവൈഡ് ചെയ്യാറ്. ലോ പോയിന്റ്സിലാണ് പ്രഷർ റിലീഫ് വാൽവ് പ്രൊവൈഡ് ചെയ്യാറ്. അപ്പൊ ഫോർത്ത് ടൈപ്പ് കഴിഞ്ഞു. ഇനി ഫിഫ്ത്ത് വൺ ആണ് എയർ റിലീഫ് വാൽവ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വാട്ടർ ഹാമർ പ്രഷർ റിലീവ് ചെയ്യാൻ വേണ്ടി ഏത് വാൽവാണ് യൂസ് ചെയ്യേണ്ടത്? പ്രഷർ റിലീഫ് വാൽവ് ആണ്. ഫിഫ്ത്ത് വൺ ആണ് എയർ റിലീഫ് വാൽവ്. എയർ റിലീഫ് വാൽവും എവിടെയാ പ്രൊവൈഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. എയർ റിലീഫ് വാൽവ് പ്രൊവൈഡ് ചെയ്യുന്നത് സബ്മിറ്റ്സില്. നമ്മുടെ ഒരു പൈപ്പിക്കടെ ഫ്ലോ ചെയ്യുമ്പോൾ അതില് ഓട്ടോമാറ്റിക്കലി പ്രഷർ എയർ ഉണ്ടാവും, എയറിന്റെ കണ്ടന്റ് ഉണ്ടാവും. അതങ്ങനെ ചെന്നിട്ട് അത് അക്യുമുലേറ്റ് ചെയ്യുന്നത് സബ്മിക്സിലാണ്. അപ്പൊ ആ പ്രഷറിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയാണ് എയർ റിലീഫ് വാൽവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ പോയിന്റ്സ്.
അപ്പൊ അങ്ങനെ എയറിന്റെ ഒരു ഇന്റർഫറൻസ് വരുമ്പോൾ അവിടെ ഫ്ലോ ഇന്റർഫിയർ ചെയ്യും ഇല്ലേ? ഒരു എയറിന്റെ അക്യുമുലേഷൻ വരുമ്പോൾ ഫ്ലോ ഇന്റർഫിയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സബ്മിറ്റ് പോയിന്റ്സിൽ ഈ എയർ റിലീഫ് വാൽവ് പ്രൊവൈഡ് ചെയ്യുന്നത്. എയർ റിലീഫ് വാൽവ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയെന്ന് ചോദിക്കാറ് സബ്മിറ്റ്സിൽ. ആ സബ്മിറ്റ്സിൽ ലോ പ്രഷർ ആണ്, അവിടെയാണ് നമ്മൾ എയർ റിലീഫ് വാൽവ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, സബ്മിറ്റ്സിൽ ഹൈ പ്രഷർ ആണോ ലോ പ്രഷർ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സബ്മിറ്റ്സിലുള്ളത് ലോ പ്രഷറാണ്. നമുക്കറിയാലോ ഓൾട്ടിറ്റ്യൂഡ് കൂടിയ നമ്മൾ ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രഷർ കുറയുന്നല്ലേ പറയണേ. അപ്പൊ സബ്മിറ്റ്സ് എന്ന് പറയുന്നത് ഹൈ പോയിന്റ് ആണ്, അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ലോ ആണെന്ന് കമ്പയർ ചെയ്ത് ഓർത്തിരിക്കാം. ഇനി ഒരു വാൽവ് കൂടെ ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ് വാൽവ്. ഓൾട്ടിറ്റ്യൂഡ് വാൽവ്സ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് എലിവേറ്റഡ് ടാങ്ക് അല്ലെങ്കിൽ സ്റ്റാൻഡ് പൈപ്സ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർഫസിലല്ല, റിസർവോയർ ഒന്നും ഇരിക്കുന്നത് നമ്മുടെ സർഫസിലല്ല, എലിവേറ്റ് ചെയ്ത് കൊടുത്തേക്കുവാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓൾട്ടിറ്റ്യൂഡ് വാൽവ്. ഒരു ഓൾട്ടിറ്റ്യൂഡിലായിരിക്കും വാൽവ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് എവിടെയാണെന്ന് ഓർത്തിരിക്കാട്ടോ. എലിവേറ്റഡ് ടാങ്ക്സ് അല്ലെങ്കിൽ സ്റ്റാൻഡ് പൈപ്പിന്റെ കേസിലൊക്കെയാണ് ഈ ടൈപ്പ് വാൽവ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ വാൽവ്സ് കഴിഞ്ഞു. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗേറ്റ് വാൽവ്. ഗേറ്റ് വാൽവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോയിനെ റെഗുലേറ്റ് ചെയ്യാൻ ലോ പോയിന്റ്സിലാണ് കൊടുക്കാറ്. ചെക്ക് വാൽവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് ഫ്ലോയിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വാൽവാണ്. അത് കൊടുക്കുന്നത് നമ്മുടെ ഒരു സക്ഷൻ പൈപ്പിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. സക്ഷൻ ലൈനിന്റെ ഒക്കെ എൻഡ് കൊടുക്കുന്ന ചെക്ക് വാൽവിന് നമ്മൾ ഫുഡ് വാൽവ് എന്ന് പറയും. പിന്നെ സ്കോർ വാൽവ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാ? ഡിപ്രഷൻസിലും ഡെഡ് എൻഡ്സിലൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാറ്. പിന്നെ പ്രഷർ റിലീഫ് വാൽവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ആയിട്ട് വാട്ടർ ഹാമർ പ്രഷറിനെ ഒക്കെ റിലീവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അതോടെ എയർ റിലീഫ് വാൽവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സബ്മിറ്റ്സിലൊക്കെ ലോ പ്രഷർ ആണെന്ന് ഓർത്തിരിക്കാം. പിന്നെ ഓൾട്ടിറ്റ്യൂഡ് വാൽവ്സ് ഉണ്ട്, അത് എലിവേറ്റഡ് ആയിട്ടുള്ള ടാങ്ക്സിന്റെ റിസർവോയറിന്റെ ഒക്കെ കേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓൾട്ടിറ്റ്യൂഡ് വാൽവ്സ്. പിന്നെ അടുത്താണ് ടൈപ്സ് ഓഫ് പൈപ്സ്. ഇനി നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് പൈപ്സ് ആണ്. ടൈപ്സ് ഓഫ് പൈപ്പ്. ടൈപ്സ് ഓഫ് പൈപ്പില് ഫസ്റ്റ് ടൈപ്പാണ് ആസ്ബെറ്റോ സിമെന്റ് പൈപ്പ്. ആസ്ബെറ്റോസ് സിമെന്റ് പൈപ്പ്. ആസ്ബെറ്റോ സിമെന്റ് പൈപ്പ് ആ മെറ്റീരിയൽ എല്ലാം പൈപ്പിന്റെ ടൈപ്പ് എല്ലാം തന്നെ ആ മെറ്റീരിയൽ വെച്ച് ക്ലാസിഫൈ ചെയ്തേക്കണേ കേട്ടോ. ആസ്ബെറ്റോസ് കൊണ്ടായിരിക്കും മെയ്ഡ് ചെയ്തേക്കുന്നത്. AC പൈപ്സ് എന്നായി പറയും. ഈ പൈപ്പ് ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, പക്ഷെ ബ്രിട്ടിലാണ്. വെയിറ്റ് കുറവാണ്, പക്ഷെ ബ്രിട്ടിലാണ്. ഇതെല്ലാം അങ്ങനെ പഠിക്കുമ്പോൾ ഇതൊന്നും ഓർത്തിരിക്കില്ലല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർത്തിരിക്കുക കേട്ടോ. ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, ബ്രിട്ടിലാണ്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ജോയിന്റ്, ഈ പൈപ്പിന്റെ കേസിൽ യൂസ് ചെയ്യുന്ന ജോയിന്റ് ആണ് സിംപ്ലക്സ് ജോയിന്റ്. സിംപ്ലക്സ് ജോയിന്റ് ആസ്ബെറ്റോസ് സിമെന്റ് പൈപ്പിന്റെ കേസിൽ യൂസ് ചെയ്യുന്ന ജോയിന്റ് ആണ്. ഇനി ആസ്ബെറ്റോസ് കൊറോഷൻ ഒന്നും ഉണ്ടാവില്ല. സോൾട്ടിന്റെയും സോൾട്സിന്റെയും ആസിഡ്സ് അതുപോലെ കൊറോഷൻ ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ടൈപ്പ് പൈപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ. മെയിൻ ആയിട്ട് ഇത്ര ഓർത്തിരിക്കാം. പിന്നെ അത് സിംപ്ലക്സ് ജോയിന്റ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ആസ്ബെറ്റോസ് സിമെന്റ് പൈപ്പ് ആണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, പക്ഷെ ബ്രിട്ടിലാണ്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ജോയിന്റ് സിംപ്ലക്സ് ജോയിന്റ് ആണ്. പിന്നെ ഈ പൈപ്പിൽ ചെയ്യുവാണെങ്കിൽ ഈ സോൾട്ടിന്റെ പ്രശ്നങ്ങളും ആസിഡ്സ് കൊറോഷൻ അതിനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ടൈപ്പാണ് സ്റ്റീൽ പൈപ്പ്. സ്റ്റീൽ പൈപ്പ് എങ്ങനെയായിരിക്കും? സ്റ്റീൽ പൈപ്പ് എന്ന് പറയുന്നത് ലോങ് ലൈഫ് ആയിരിക്കില്ലേ? സ്റ്റീലാണ് അടുത്ത മെറ്റീരിയൽ, അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ് ലൈഫ് ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ പ്രഷറിനെ ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡിങ്, ഹൈ പ്രഷറിനെ ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും.
ഇനി ഈ കേസിൽ നമുക്ക് എക്സ്പാൻഷൻ ജോയിൻസോ അങ്ങനത്തെ ജോയിൻസിന്റെ ആവശ്യമില്ല. നോ എക്സ്പാൻഷൻ ജോയിൻസ് ആർ പ്രൊവൈഡഡ്. ജോയിൻസിന്റെ ഒന്നും കേസ് വരുന്നില്ല സ്റ്റീൽ പൈപ്പ്. പിന്നെ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റിവറ്റഡോ വെൽഡഡ് ഒക്കെ ആയിരിക്കും ഈ സ്റ്റീൽ പൈപ്സിന്റെ കേസിൽ വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ലോങ് ലൈഫ് ആണ്. നമുക്കറിയാലോ സ്റ്റീൽ മെറ്റീരിയൽ, അപ്പൊ ലോങ് ലൈഫ് ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന പൈപ്പ് ചോദിക്കാറുണ്ട്. അത് സ്റ്റീൽ പൈപ്പ് ആണ്. എക്സ്പാൻഷൻ ജോയിൻസിന്റെ ഒന്നും ആവശ്യം വരാറില്ല. അവിടെ റിവറ്റും വെൽഡിംഗ് ഒക്കെയാണ് അഡോപ്റ്റ് ചെയ്യാറ്. ഇനി അടുത്താണ് ലെഡ് പൈപ്പ്. തേർഡ് വൺ ആണ് ലെഡ് പൈപ്പ്. ലെഡ് പൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആലത്തിനെയും ക്ലോറിനെയും ഒക്കെ സപ്ലൈ ചെയ്യണം. വാട്ടർ സപ്ലൈയില് നമുക്ക് നമ്മുടെ കൊയാഗുലന്റിനെയും, അല്ലെങ്കിൽ ആലം എന്താ കൊയാഗുലന്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഡിസിൻഫെക്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ക്ലോറിനൊക്കെ ഇല്ലേ, അതിനെയൊക്കെ കൺവേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പാണ് ലെഡ് പൈപ്പ്. അല്ലാതെ നമ്മൾ വേറെ വാട്ടർ സപ്ലൈക്ക് വേണ്ടി അല്ലാതെ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ വേണ്ടി ഇവരെയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ലെഡ് പൈപ്പ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു എലമെന്റ് പറയുമ്പോൾ ഗൂസ് നെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എലമെന്റിന്റെ കാര്യം കാണും. ഈ ഗൂസ് നെക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യണത് ലെഡ് പൈപ്പ് ആണ്. അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗൂസ് നെക്ക് എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നന്നായിട്ട് ബെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു എലമെന്റ് ആണ്. നമ്മുടെ വാട്ടർ സപ്ലൈ മെയിനിൽ നിന്ന് ബിൽഡിംഗിലേക്ക് പോണ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ഗൂസ് നെക്ക് എന്ന് പറയുന്നത്. അത് പറയും. ആ ഗൂസ് നെക്കിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലെഡ് എന്ന് പറഞ്ഞ ലെഡ് പൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത പൈപ്പാണ് കോപ്പർ പൈപ്പ്. കോപ്പർ പൈപ്പ് യൂസ് ചെയ്യുന്നത് ഹോട്ട് വാട്ടർ സപ്ലൈ ബോയിലേഴ്സിൽ ആണ് യൂസ് ചെയ്യുന്നത്. ഹോട്ട് വാട്ടർ സപ്ലൈ ഇൻ ബോയിലേഴ്സ് ഇമ്പോർട്ടന്റ് ആട്ടോ. ഹോട്ട് വാട്ടർ സപ്ലൈ ഇൻ ബോയിലേഴ്സിൽ യൂസ് ചെയ്യുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആ. അതുപോലെ തന്നെ ആലും ക്ലോറിനും സപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പ് ലെഡ് പൈപ്പ്, അത് ഇമ്പോർട്ടന്റ് ആണ്. കോപ്പർ പൈപ്പ് യൂസ് ചെയ്യുന്നത് ഹോട്ട് വാട്ടർ സപ്ലൈ ഇൻ ബോയിലേഴ്സിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഗൂസ് നെക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ PSCയുടെ വ്യൂവില് PSCയുടെ ആൻസർ ഒക്കെ വരുമ്പോ ഇപ്പൊ രണ്ടും ഉണ്ടെങ്കിൽ കോപ്പർ പൈപ്പ് ആണ് ഗൂസ് നെക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി അവര് ആൻസർ കൊടുക്കാറ് കേട്ടോ. PSCയുടെ വ്യൂവില് ഗൂസ് നെക്ക് മേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കോപ്പർ പൈപ്പാണ്. പക്ഷെ ആക്ച്വലി രണ്ട് പൈപ്പും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതും റെസിസ്റ്റന്റ്, ഈ കോപ്പർ എന്ന് പറയുന്നത് കൊറോഷനും അസിഡിക് കണ്ടീഷൻ, ആൽക്കലിനിക് ആ കണ്ടീഷനൊക്കെ റെസിസ്റ്റന്റ് ആണ്. റെസിസ്റ്റന്റ് ടു കൊറോഷൻ, അസിഡിറ്റി എക്സെട്ര. ഇപ്പൊ ലെഡ് പൈപ്പ് ഓർത്തിരിക്കുക, ആലം, ക്ലോറിൻ അതുപോലത്തെ ഉള്ള എന്താ ഡിസിൻഫെക്റ്റന്റിനെയും കോയാഗുലന്റിനെയും ഒക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കോപ്പർ പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ സപ്ലൈ, ബോയിലേഴ്സിൽ ഹോട്ട് വാട്ടർ സപ്ലൈനെ യൂസ് ചെയ്യുന്നതാണ്. രണ്ടും ഗൂസ് നെക്ക് മേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത പൈപ്പാണ് സിമെന്റ് കോൺക്രീറ്റ് പൈപ്പ്. സിമെന്റ് കോൺക്രീറ്റ് പൈപ്പ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ അടിയിൽ ലേ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് സിമെന്റ് കോൺക്രീറ്റ് പൈപ്പാണ്. അതാണ് ചോദിക്കാറുണ്ട് അതിന്റെ അകത്ത്. സിമെന്റ് കോൺക്രീറ്റ് പൈപ്പ് ബെസ്റ്റ് ഫോർ ലേയിങ് അണ്ടർ വാട്ടർ സപ്ലൈക്ക്, അണ്ടർ വാട്ടറിന്റെ കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ് എന്ന് പറയുന്നത് സിമെന്റ് കോൺക്രീറ്റ് പൈപ്പാണ്. അത് എങ്ങനെയായിരിക്കും? സിമെന്റ് കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ സ്ട്രോങ് ഇൻ ടെൻഷൻ ആസ് വെൽ ആസ് ഇൻ കംപ്രഷൻ. രണ്ടിലും സ്ട്രോങ് ആയിരിക്കും. ഇതിനകത്ത് ഈ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ലേഡിങ് അണ്ടർ വാട്ടർ സപ്ലൈ, ഇതിനു വേണ്ടിയാണ് യൂസ് ചെയ്യാറ്. ഇനി അടുത്ത ടൈപ്പ് പ്ലാസ്റ്റിക് പൈപ്പ്സ്. അതിൻ്റെ അകത്ത് പല ടൈപ്പ് വരുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി അനുസരിച്ച് പ്ലാസ്റ്റിക് പൈപ്പ്സ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് LDPE, ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. മെറ്റീരിയൽ അനുസരിച്ച് LDPE, ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. അടുത്തത് HDPE. ഇതൊന്നും നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയണതാട്ടോ. ഇത് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് അറിയാം, പക്ഷെ
നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. HDPE ആൻഡ് PVC, പോളി വിനൈൽ ക്ലോറൈഡ്. PVCയുടെ ഫുൾ ഫോം ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, പോളി വിനൈൽ ക്ലോറൈഡ്. അത് ഈ ഒരു ഇതിന് മാത്രമല്ല, നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിനൊക്കെ ചോദിക്കാറുണ്ട്, പോളി വിനൈൽ ക്ലോറൈഡ്. പ്ലാസ്റ്റിക് പൈപ്സ് 3 രീതിയിലാണ് പറയുന്നത്, ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ, ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ ആൻഡ് പോളി വിനൈൽ ക്ലോറൈഡ്. പ്ലാസ്റ്റിക് പൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോഷൻ ഒക്കെ റെസിസ്റ്റന്റ് ആയിരിക്കും, സോൾട്ടിനെയും ആൽക്കലീൻസിനെയും ഒക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാലോ പ്ലാസ്റ്റിക് പൈപ്സ്. ആ മെറ്റീരിയൽ ഓർത്തിരിക്കാം കുറെയൊക്കെ. അടുത്തെന്ന് പറയുന്നത് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ പൈപ്സ് നമ്മൾ എക്സ്റ്റെൻസീവ്ലി ആയിട്ട് യൂസ് ചെയ്യണത് കാസ്റ്റ് അയൺ പൈപ്പാണ്. എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യണത് കാസ്റ്റ് അയൺ ആണ്, എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ്. അതുപോലെ തന്നെ കൊറോഷനെയും ഹൈ ഇന്റേണൽ പ്രഷറിനെയും ഒക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ലൈഫ് എന്ന് പറയുന്നത് അറൌണ്ട് 100 years ആണ് പറയുന്നത്. നമ്മൾ എക്സ്റ്റെൻസീവ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ ആണ്. കൊറോഷനും ഹൈ പ്രഷറിനെയും ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ലൈഫ് കൂടുതലുണ്ട്, 100 വർഷം വരെ അതിന്റെ ലൈഫ് പറയുന്നുണ്ട്, 100 years ലൈഫ്. ഓർത്തിരിക്കുക കേട്ടോ. കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ ബ്രിട്ടിൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും കാസ്റ്റ് അയൺ. ഇനി ഈ കാസ്റ്റ് അയൺ പൈപ്പിന്റെ കേസിൽ ജോയിന്റ്സ് ഉണ്ട്, കുറെ ജോയിന്റ്സ് ഉണ്ട്, അതിന്റെ പേര് അറിഞ്ഞിരിക്കണം. കാസ്റ്റ് അയൺ പൈപ്പിന്റെ കേസിൽ വരുന്ന ജോയിന്റ്സ്. ടൈപ്സ് ഓഫ് ജോയിന്റ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ജോയിന്റ് ആണ് സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിന്റ്, അല്ലെങ്കിൽ ബെൽ ആൻഡ് സ്പൈഗോട്ട് ജോയിന്റ്. സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിന്റ്, സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിന്റ് ആണ് ഫസ്റ്റ് വൺ. അതാണ് നമ്മൾ ലാർജ് സ്കെയിലായിട്ട് യൂസ് ചെയ്യുന്ന ജോയിന്റ്. ലാർജ് സ്കെയിലിൽ ഇത് നമ്മൾ പറയുന്നത് കാസ്റ്റ് അയണിന്റെ കേസിൽ യൂസ് ചെയ്യുന്ന ജോയിന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിന്റ്. ലാർജ് സ്കെയിലിൽ യൂസ് ചെയ്യുന്ന ജോയിന്റ് ഈ ടൈപ്പ് ആണ്. പിന്നെ കാസ്റ്റ് അയൺ പൈപ്സ് joined by the joint made in such a way that one of the end is enlarged and other end is normal. ഒരു എൻഡ് enlarge ചെയ്ത് കൊടുക്കും, ഒരു എൻഡ് നോർമൽ ആയിട്ട് കൊടുക്കും. ആ enlarge ചെയ്ത എൻഡിനെയാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. enlarged എൻഡിനെയാണ് സോക്കറ്റ് അല്ലെങ്കിൽ ബെൽ എന്നും പറയൂ കേട്ടോ. ഇനി നോർമൽ ആയിട്ടുള്ള എൻഡിനെയാണ് സ്പൈഗോട്ട്, അതർ എൻഡ് സ്പൈഗോട്ട് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ലാർജ് സ്കെയിൽ യൂസ് ചെയ്യുന്ന ഈ ജോയിന്റ് ആണ്. അത് എൻലാർജ്ഡ് എൻഡിനെ സോക്കറ്റ് ഓർ ബെൽ എന്നും നോർമൽ എൻഡിനെ സ്പൈഗോട്ട് എന്നും പറയും. നമ്മുടെ അടുത്ത ജോയിന്റിന്റെ പേരാണ് ഫ്ലാഞ്ച്ഡ് ജോയിന്റ്. ഈ പേര് പറഞ്ഞിരിക്കുക കേട്ടോ, ഫ്ലാഞ്ച്ഡ് ജോയിന്റ്. ഇത് കാസ്റ്റ് അയണിന്റെ ജോയിന്റ്സ് ആണ്, നോട്ട് ചെയ്തിരിക്കുക. അടുത്തത് ടൈറ്റൻ ജോയിന്റ്. ഫോർത്ത് എന്നാണ് കപ്പിൾഡ് ജോയിന്റ്. കപ്പിൾഡ് ജോയിന്റ് എന്ന് പറയുന്നത് ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോയിന്റ് ആണ്. ഹൈലി ഫ്ലെക്സിബിൾ ആണ് ഈ ജോയിന്റ്, കപ്പിൾഡ് ജോയിന്റ്. അടുത്ത എക്സ്പാൻഷൻ ജോയിന്റ്. എക്സ്പാൻഷൻ ജോയിന്റ് എന്തിനാ യൂസ് ചെയ്യണത്? തെർമൽ സ്ട്രെസ്സിനെ ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, തെർമൽ സ്ട്രെസ്സിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് എക്സ്പാൻഷൻ ജോയിന്റ്. ഇത് ചോദിച്ചിട്ടുണ്ടേ, തെർമൽ സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് എക്സ്പാൻഷൻ ജോയിന്റ്. ഇതെല്ലാം കാസ്റ്റ് അയൺ പൈപ്സിലെ ഡിഫറെന്റ് ജോയിന്റ്സ് ആണ് കേട്ടോ. ഈ പേര് അറിഞ്ഞിരിക്കുക കേട്ടോ. എന്നുവെച്ചാൽ 4 ഓപ്ഷൻസില് ഒരെണ്ണം നമ്മുടെ സിംപ്ലക്സ് ജോയിന്റ് കൊടുത്തിട്ട് ബാക്കി 3ഉം ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണ് ആസ്ബറ്റോസിന്റെ ജോയിന്റ് അതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ മാറി മാറി ചോദിക്കും. അപ്പൊ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് കപ്പിൾഡ് ആണെന്ന് ഓർക്കുക. എക്സ്പാൻഷൻ ജോയിന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് തെർമൽ എക്സ്പാൻഷനെ, ആ സ്ട്രെസ്സിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയാന്ന് ഓർത്തിരിക്കുക. പിന്നെ സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിന്റിൽ 2 എൻഡ് ഉണ്ട്. ഒരെണ്ണം എൻലാർജ്ഡ് ആയിരിക്കും, ഒരെണ്ണം നോർമൽ സൈസ് ആയിരിക്കും. എൻലാർജ്ഡ് എൻഡിനെ സോക്കറ്റ് ഓർ ബെൽ എന്ന് പറയും, നോർമൽ ആയിട്ടുള്ള എൻഡിനെ സ്പൈഗോട്ട് എൻഡ് എന്ന് പറയും. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ജോയിന്റ്സ്. നമ്മുടെ പൈപ്പിന്റെ ടൈപ്സ് കഴിഞ്ഞു. ഫസ്റ്റ് വൺ ആസ്ബറ്റോ സിമെന്റ് പൈപ്പ് ആയിരുന്നു. അതിലേതൊക്കെ പറഞ്ഞേ? ലോ പ്രഷർ ഉള്ളിടത്ത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, ബ്രിട്ടിൽ ആണ്. പിന്നെ സിംപ്ലക്സ് ജോയിന്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എല്ലാതും തന്നെ കൊറോഷന് റെസിസ്റ്റന്റ് ആയിരിക്കും. അത് ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ വെച്ച് നിങ്ങൾ ഓർത്തിരിക്കാം.
പിന്നെ സ്റ്റീൽ പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ലൈഫ് ആയിരിക്കും, കുറേ കൂടെയും എന്താ നല്ല മെറ്റീരിയൽ ആയിരിക്കും സ്റ്റീൽ എന്ന് പറയുന്നത്. സ്റ്റീൽ പൈപ്പിൽ നമ്മൾ പിന്നെ ഹൈ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ആ മെറ്റീരിയൽ വെച്ച് ഓർത്തിരിക്കാം. പിന്നെ ലെഡ് പൈപ്പ് പറയുന്നത് ഓർത്തിരിക്കണം, ആലത്തിനെയും ക്ലോറിനെയും കൺവേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഗൂസ് നെക്ക് മെയ്ഡ് ചെയ്യാനും ഈ പൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കോപ്പർ പൈപ്പ് നമ്മൾ പറഞ്ഞു ഹോട്ട് വാട്ടർ സപ്ലൈ, ബോയിലേഴ്സിലെ ഹോട്ട് വാട്ടർ സപ്ലൈക്കാണ് ഈ പൈപ്പ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗൂസ് നെക്ക് മേക്ക് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സിമെന്റ് കോൺക്രീറ്റ് പൈപ്പ് അണ്ടർലേയിങ് വാട്ടറിന്റെ അടിയിലുള്ള കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിമെന്റ് കോൺക്രീറ്റ് പൈപ്പ് ആണ്. പിന്നെ പ്ലാസ്റ്റിക് പൈപ്പ്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ കാസ്റ്റ് അയൺ പൈപ്പിന്റെ ജോയിന്റ്സ് അത് നമ്മൾ എക്സ്റ്റൻസിൽ യൂസ് ചെയ്യുന്നത് ഈ പൈപ്പാണ്. അപ്പൊ അതിന് തന്നെ കുറെ ജോയിന്റ്സ് ഉണ്ട്. ആ ജോയിന്റ്സിൽ ആ പറഞ്ഞ പോയിന്റ്സ് ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ലേഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നോക്കാം. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ വാട്ടറിനെ നമ്മൾ സപ്ലൈ ചെയ്യുമല്ലോ, അതിപ്പോ ഓരോ ഏരിയയിലും പല രീതിയിൽ നമുക്കത് ലേഔട്ട് ചെയ്യാം. ലേഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈപ്പ് ലൈൻസും സബ്മെയിനും മെയിൻ ലൈൻസും ഒക്കെ എങ്ങനെ ലേ ചെയ്തേക്കണം, അതാണ് ലേഔട്ടിന്റെ ഉദ്ദേശിക്കുന്നത്. ലേഔട്ട് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ, വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ ലേഔട്ട്. ഒരു മെയിൻ ആയിട്ട് 4 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഡെഡ് എൻഡ് സിസ്റ്റം. ഡെഡ് എൻഡ് സിസ്റ്റം ഡെഡ് എൻഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഹസാർഡ് വേയിൽ ഡെവലപ്പ് ചെയ്ത സിറ്റീസിൽ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഡെവലപ്പ് ചെയ്ത സിറ്റിയിലാണ് ഈ ഡെഡ് എൻഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു പഴയ രീതിയിൽ യൂസ് ചെയ്യുന്നതായിരുന്നു ഈ സിസ്റ്റം. അഡോപ്റ്റഡ് ഫോർ ഓൾഡർ ടൗൺസ്, എവിടെയാണ് അത് ഈ സിസ്റ്റം യൂസ് ചെയ്തത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓൾഡർ ടൗൺസിന്റെ കേസിലാണ് ഡെഡ് എൻഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സിറ്റീസ് വിച്ച് ആർ ഡെവലപ്ഡ് ഇൻ എ ഹസാർഡ് വേ. ഇതാണ് നമ്മുടെ ക്വസ്റ്റിനിൽ കാണാറ്. ഹസാർഡ് വേയില് ഡെവലപ്പ് ചെയ്ത സിറ്റീസിൽ കാണുന്ന ലേഔട്ട് സിസ്റ്റം, അതാണ് ഡെഡ് എൻഡ് സിസ്റ്റം. അല്ലെങ്കിൽ ഇറഗുലർലി എക്സ്പാൻഡ് ചെയ്തത്, ഇറഗുലർലി എക്സ്പാൻഡ് ചെയ്ത സിറ്റീസിൽ കാണുന്ന ലേഔട്ട് സിസ്റ്റം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറാണ് നമ്മുടെ ഇന്ത്യയിൽ കോമൺ ആയിട്ട് കാണുന്ന സിസ്റ്റം ചോദിക്കാറുണ്ട്. അപ്പൊ ഡെഡ് എൻഡ് സിസ്റ്റം ആണ്. പക്ഷെ എന്നാലും പഴയ കാലത്തൊക്കെയാണ് കൂടുതലും ഈ സിസ്റ്റം യൂസ് ചെയ്യാറ്. അപ്പൊ സിസ്റ്റം കോമൺലി സീൻ ഇൻ ഇന്ത്യ, മോസ്റ്റ് കോമൺ ഇൻ ഇന്ത്യ ചോദിക്കുന്നത് അതിന്റെ ആൻസർ ഡെഡ് എൻഡ് സിസ്റ്റം ആണ്. മോസ്റ്റ് കോമൺ ഇൻ ഇന്ത്യ, അതും ഡെഡ് എൻഡ് ആണ്. ഡെഡ് എൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു പോയിന്റിൽ വരുമ്പോൾ അത് നിന്ന് പോവാ, പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവല്ല, അതാണ് ഡെഡ് എൻഡ് സിസ്റ്റം. ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഇതാണ് ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. കണ്ടോ, ഒരു വാട്ടർ മെയിൻ പോയേക്കുന്നു, അതിൽ നിന്ന് സബ് മെയിനും ബ്രാഞ്ചസും ഒക്കെ ഇങ്ങനെ പോയേക്കുക. അത് കണ്ടോ, ഡെഡ് എൻഡ് ആണ്. നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവല്ല, ഒരു ഇറഗുലർ മാനറിൽ ഇങ്ങനെ കിടക്കുക. ഡെഡ് എൻഡ്സ് ആണ്, ഇതൊക്കെയാണ് ഡെഡ് എൻഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്തതാണ് നമ്മുടെ ഡെഡ് എൻഡ് സിസ്റ്റം. ഒരു വാട്ടർ മെയിന് അവിടുന്ന് കുറെ പോകുന്നു, അവിടുന്ന് ബ്രാഞ്ചും സബ് മെയിനും ഒക്കെ ഉണ്ടാവും, അതിങ്ങനെ ഒരു അറ്റത്ത് എന്നാൽ നിന്ന് പോവുക, അതിനാണ് ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നടുക്കേക്കടെ ആയിരിക്കും വാട്ടർ മെയിൻ പോകുന്നത്. അത് നമ്മുടെ ഓൾഡ് ടൗൺസ് അല്ലെങ്കിൽ ഹസാർഡ് വേയിൽ ഡെവലപ്പ് ചെയ്ത ടൗൺസിലായിരിക്കും, ടൗൺസിലും സിറ്റീസിലൊക്കെയാണ് ഈ ഒരു ലേഔട്ട് സിസ്റ്റം നമ്മൾ കാണുന്നത്. ഫസ്റ്റ് വൺ ആണ് ഡെഡ് എൻഡ് സിസ്റ്റം, അല്ലെങ്കിൽ അതിന് ട്രീ സിസ്റ്റം എന്ന് പറയൂ കേട്ടോ. ഡെഡ് എൻഡ് സിസ്റ്റം അല്ലെങ്കിൽ ട്രീ സിസ്റ്റം. ഇനി രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രിഡ് അയൺ സിസ്റ്റം. ഗ്രിഡ് അയൺ സിസ്റ്റം അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് സിസ്റ്റം. റെറ്റിക്കുലേറ്റ് സിസ്റ്റം ഇതിന്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ, സബ് മെയിൻസ് ആൻഡ് ബ്രാഞ്ചസ് ഓൾ ഇന്റർകണക്ട് വിത്ത് ഈച്ച് അതർ. എല്ലാം മെയിൻസും സബ് മെയിൻസും ബ്രാഞ്ചസും എല്ലാം ഇന്റർകണക്ട് ചെയ്ത് വെച്ചേക്കുക. അതൊരു റെറ്റിക്കുലേറ്റ് സിസ്റ്റം ആണ്. അങ്ങനത്തെ സിസ്റ്റം, അതാണ് ഗ്രിഡ് അയൺ സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്
വെൽ പ്ലാൻഡ് ടൗൺസിന്റെയും സിറ്റീസിന്റെയും കേസിൽ, വെൽ പ്ലാൻഡ് ടൗൺസിന്റെ കേസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ആണ് ഗ്രിഡ് അയൺ സിസ്റ്റം. അതെങ്ങനെയാണ്? എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. മെയിന്, സബ് മെയിന്, ബ്രാഞ്ചസ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഡെഡ് എൻഡിൽ അങ്ങനെയാണോ? അല്ല. ഡെഡ് എൻഡിൽ മെയിന് നടുക്കേക്കടെ പോകുന്നു, അവിടുന്ന് സബ് മെയിന് അതെല്ലാം ഇന്റർ കണക്റ്റഡ് അല്ല, ഒരു അറ്റത്ത് എത്തി കഴിയുമ്പോൾ നിന്നു പോകും. അങ്ങനെയാണ്. ഗ്രിഡ് അയൺ സിസ്റ്റം അല്ല, കുറച്ചുകൂടി വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ടൗൺസിലും സിറ്റീസിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതെല്ലാം എല്ലാ മെയിനും സബ് മെയിനും ബ്രാഞ്ചസും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ് ഈ ഒരു പ്ലെയിനില്. അല്ലെങ്കിൽ ഗ്രിഡ് ഫോർമാറ്റ്, ഗ്രിഡ് അയൺ സിസ്റ്റം എന്ന് പറയുന്നത് ടൗൺസ് ഗ്രിഡ് ഫോർമാറ്റ്, അങ്ങനെയുള്ള ടൗൺസിലാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഗ്രിഡ് അയൺ സിസ്റ്റത്തിന്റെ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. മെയിൻ ഇങ്ങനെ പോകുന്നു, ഇത് സബ് മെയിൻ പോയേക്കുന്നത്, സബ് മെയിനിൽ നിന്ന് ബ്രാഞ്ച് പോയേക്കണേ. ഒരു റെറ്റിക്കുലേറ്റ് ഫോർമാറ്റിലുള്ളതാണ് ഗ്രിഡ് അയൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് ഗ്രിഡ് അയൺ സിസ്റ്റം. കാണാലോ അല്ലെ? ഇനി അടുത്തതാണ് സർക്കുലർ ഓർ റിംഗ് സിസ്റ്റം. സർക്കുലർ ഓർ റിംഗ് സിസ്റ്റം. സർക്കുലർ റിംഗ്സ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ഒരു റിംഗ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. സപ്ലൈ മെയിൻസ് ഫോം റിംഗ് അറൌണ്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിക്ട്. നമുക്ക് എവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അതിന് ചുറ്റുമായിട്ട് ഒരു റിംഗ് ഷേപ്പിൽ ഫോം ചെയ്തതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഈ ഒരു ലേ ഔട്ട് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉണ്ടോ? നമ്മുടെ മെയിൻസ് എന്ന് പറയുന്നത് ഒരു റിംഗ് ഫോർമാറ്റില് നമ്മുടെ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് സപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ഏരിയയുടെ ചുറ്റും റിംഗ് ഫോമിൽ കാണുന്നതാണ് നമ്മുടെ റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് പറയുന്നതാണ് സർക്കുലാർ സിസ്റ്റം എന്ന് പറയും. മെയിൻസ് എല്ലാം ആ ഒരു ഏരിയയുടെ ചുറ്റും കിടക്കുന്നത്, അതുകൊണ്ടാണ് അതിനെ റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതും വെൽ പ്ലാൻഡ് സിറ്റീസിലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വെൽ പ്ലാൻഡ് സിറ്റീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് കൊടുക്കാറ് ഗ്രിഡ് അയൺ സിസ്റ്റം ആണ് കൊടുക്കാറ്. PSCയുടെ ഒരു ആൻസർ കീയിൽ കൊടുക്കാറ് ഗ്രിഡ് അയൺ സിസ്റ്റം ആണ് വെൽ പ്ലാൻഡ് ടൗൺസിൽ യൂസ് ചെയ്യുന്നത്. ഇതും വെൽ പ്ലാൻഡ് സിറ്റീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം അതല്ലേ കുറച്ചും കൂടെ ഒരു പ്ലാനിങ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ലേ ഔട്ട് സിസ്റ്റം ആണ് സർക്കുലർ ഓർ റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് സിസ്റ്റം എന്ന് പറയുന്നത് റേഡിയൽ സിസ്റ്റം. റേഡിയൽ സിസ്റ്റം ആണ് ഫോർത്ത് വൺ. റേഡിയൽ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഏരിയനെ ഡിഫറെന്റ് പോർഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് സെന്ററിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ ആണെങ്കിൽ ഇങ്ങനെ ഓരോ പാർട്ടിലും സെന്റർ ആയിട്ട് റിസർവോയർ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സപ്ലൈ ചെയ്യുക. നമുക്ക് എല്ലായിടത്തും എഫക്റ്റീവ് ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. അതിനെയാണ് റേഡിയൽ സിസ്റ്റം. റേഡിയൽ സിസ്റ്റം ആണ് ഫോർത്ത് വൺ. റേഡിയൽ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. വാട്ടർ ഫ്ലോസ് ടുവേർഡ്സ് ഔട്ടർ പെരിഫറി ഫ്രം വൺ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് വാട്ടർ ഔട്ടർ പെരിഫറിയിലേക്ക് ഫ്ലോ ചെയ്യുന്നു, അങ്ങനെ ചോദിക്കാറ്. വാട്ടർ ഫ്ലോസ് ഫ്രം വൺ പോയിന്റ് ടു ഔട്ടർ പെരിഫറി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ സർക്കുലർ സിസ്റ്റത്തിന്റെ റിവേഴ്സ് ആണെന്ന് പറയാം. റിവേഴ്സ് ഓഫ് സർക്കുലർ സിസ്റ്റത്തിന്റെ റിവേഴ്സ് ആണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഔട്ടർ പെരിഫറിയിലേക്ക് വാട്ടർ ഒരു പോയിന്റിൽ നിന്ന് ഫ്ലോ ചെയ്യുന്നു. അതിനെയാണ് റേഡിയൽ സിസ്റ്റം അല്ലെങ്കിൽ റേഡിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോ എല്ലായിടത്തെയും ഇന്റർ കണക്റ്റഡ് അല്ല. നമുക്ക് ഈ ഒരു ഏരിയനെ റിപ്പയർ ചെയ്യേണ്ട കാര്യമുള്ളെങ്കിൽ ഇവിടുത്തെ കണക്ഷൻ ഇവിടുത്തെ സപ്ലൈ ഒന്നും നമുക്ക് അവിടെ കട്ട് ഓഫ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ റിപ്പയർ വർക്സിനൊക്കെ നമുക്ക് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ സിസ്റ്റം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രഷറൊക്കെ ഹൈ പ്രഷർ ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ വാട്ടർ സപ്ലൈ ആണെങ്കിൽ ഹൈ പ്രഷറാണ്. കാരണം ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ഏരിയയിലേക്കല്ലേ സപ്ലൈ ചെയ്യുന്നുള്ളൂ. ഒരു പോയിന്റിൽ നിന്ന് കുറച്ച് ഏരിയയിലേക്കാണ് സപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്
റേഡിയൽ സിസ്റ്റം. മാത്രം ഓർത്തിരിക്കുക കേട്ടോ. അപ്പോ ഏതൊക്കെയാണ് 4 സിസ്റ്റം ലേഔട്ട് സിസ്റ്റം? 4 ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ ആണ് ഡെഡ് എൻഡ് സിസ്റ്റം. അത് ഡെഡ് എൻഡ്സിലൊക്കെ പോയി അങ്ങനെ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഡെഡ് എൻഡ്. ഹസാർഡ് വേയിൽ അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള മാനറിൽ ഡെവലപ്പ് ചെയ്ത സിറ്റീസിലൊക്കെയാണ് ആ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സിസ്റ്റം ഏതാണെന്ന് പറഞ്ഞാൽ ഗ്രിഡ് അയൺ സിസ്റ്റം അല്ലെങ്കിൽ റെട്ടിക്കുലേറ്റ് സിസ്റ്റം. ഗ്രിഡ് ഫോർമാറ്റിലുള്ള സിറ്റീസിലൊക്കെയാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞത്, വെൽ പ്ലാൻഡ് ടൗൺസിലൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് സർക്കുലർ അല്ലെങ്കിൽ റിംഗ് സിസ്റ്റം. അത് മെയിൻ എന്ന് പറയുന്നത് ഒരു സർക്കുലർ ആയിട്ട് റിങ്ങിന്റെ ഫോമില് നമ്മുടെ ആ ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ട ഏരിയയുടെ ചുറ്റും ഒരു റിംഗ് ഫോമിലാണ് നമ്മുടെ മെയിൻ കിടക്കുന്നെങ്കിൽ ആ ഒരു സിസ്റ്റം ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ആ ലേഔട്ടിന് അങ്ങനെയാണ് പറയണേ. പിന്നെ അതും വെൽ പ്ലാൻഡ് സിറ്റീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർത്ത് വൺ ആണ് റേഡിയൽ സിസ്റ്റം. ഒരു പോയിന്റിൽ നിന്ന് ഔട്ടർ പെരിഫറിയിലേക്ക് വാട്ടറിനെ ക്യാരി ചെയ്യുന്നു. ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. പ്രഷറൊക്കെ ഹൈ ആയിട്ട് നമുക്ക് വാട്ടറിന് സപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് സർക്കുലർ സിസ്റ്റത്തിന്റെ റിവേഴ്സ് ആണെന്ന് പറയാം. എന്തെങ്കിലും റിപ്പയർ വർക്സിനൊക്കെ ബെസ്റ്റ് സ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ റേഡിയൽ സിസ്റ്റം ആണ്. ഇത്രയായിട്ട് നമുക്ക് ലേഔട്ടിൽ വരുന്ന 4 സിസ്റ്റം. ഇനി നമുക്ക് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തില് നമ്മള് മെത്തേഡ് 3 മെത്തേഡ് ഉണ്ട്. മെത്തേഡ്സ് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ലേഔട്ട് ആയിരുന്നു. ഇനി വാട്ടർ ഡിസ്ട്രിബ്യൂഷന്റെ മെത്തേഡ്സ്. മെയിൻ ആയിട്ട് 3 മെത്തേഡ് ആണുള്ളത്. ഗ്രാവിറ്റി ഫ്ലോ മെത്തേഡ്, രണ്ടാമത്തതാണ് പമ്പിംഗ് മെത്തേഡ്, തേർഡ് വൺ ആണ് കമ്പൈൻഡ് ഗ്രാവിറ്റി ആൻഡ് പമ്പിംഗ് മെത്തേഡ്. അങ്ങനെ നമ്മുടെ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3 ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഗ്രാവിറ്റി, സെക്കൻഡ് വൺ പമ്പിംഗ് മെത്തേഡ്, രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ളതാണ് തേർഡ് വൺ കമ്പൈൻഡ് ഗ്രാവിറ്റി ആൻഡ് പമ്പിങ്. അതില് ഗ്രാവിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതാണ് മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള മെത്തേഡ്. ആണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഹയർ ആയിട്ടുള്ള ലെവലിൽ നിന്ന് കൺസ്യൂമറിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി. ഹയർ ലെവൽ ടു കൺസ്യൂമർ. ഈ ഒരു കേസിലാണ് ഗ്രാവിറ്റി സിസ്റ്റം ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യണത്. റിലയബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അതുപോലെ തന്നെ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലുള്ള കൺസ്യൂമറിലേക്ക് നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഗ്രാവിറ്റി ഫ്ലോ മെത്തേഡാണ്. സെക്കൻഡ് വൺ ആണ് പമ്പിംഗ് മെത്തേഡ്. പമ്പിംഗ് മെത്തേഡ് എന്തായിരിക്കും? പമ്പ്സ് ഉപയോഗിച്ച് വാട്ടറിനെ സപ്ലൈ ചെയ്യുന്ന മെത്തേഡ്. ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണത് ഇപ്പൊ ഒരു ഏരിയയിലേക്ക് വാട്ടറിനെ നല്ല പ്രഷറിൽ നമുക്ക് ഒരു ഏരിയയിലേക്ക് ലാർജ് വോളിയം ഓഫ് വാട്ടർ വേണം. അപ്പൊ നമുക്ക് നേരിട്ട് നമ്മുടെ സോഴ്സിൽ നിന്ന് വാട്ടറിനെ പമ്പ് ചെയ്യുന്നെടുക്കുന്ന മെത്തേഡാണ് പമ്പിംഗ് മെത്തേഡ്. അത് അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫയർ ഫൈറ്റിംഗ് പർപ്പസ്, എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടായിക്കാൻ നമുക്ക് ലാർജ് വോളിയം ഓഫ് വാട്ടർ വേണം. അപ്പൊ നമ്മള് ഒരു സോഴ്സിന് ഡയറക്റ്റ് ആയിട്ട് വാട്ടറിനെ പമ്പ് ചെയ്ത് എടുക്കും. അങ്ങനത്തെ ഒരു കേസിൽ വരുന്നതാണ് പമ്പിംഗ് മെത്തേഡ്. ഡയറക്റ്റ് പമ്പിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഇനി ഡയറക്റ്റ് പമ്പിങ്ങിന് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ 2-3 പമ്പ് ഏതൊക്കെയാന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആക്സിയൽ ഫ്ലോ പമ്പ് യൂസ് ചെയ്യാറുണ്ട്, സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. നമ്മൾ പമ്പിന്റെ സെക്ഷൻ വരുന്നുണ്ട്. ആ പമ്പ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പമ്പിങ് നടത്തുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് കമ്പൈൻഡ് ഗ്രാവിറ്റി ആൻഡ് പമ്പിങ്. കമ്പൈൻഡ് എന്ന് പറയുമ്പോൾ രണ്ടും ഉണ്ടാവും. ഗ്രാവിറ്റി വഴി വെള്ളം നമ്മൾ സോഴ്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അവിടെ സ്റ്റോറേജും ഉണ്ട്, പമ്പിങ്ങും ഉണ്ട്. രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് കമ്പൈൻഡ് ഗ്രാവിറ്റി ആൻഡ് പമ്പിങ്ങിൽ വരുന്നത്. റിസർവോയറിലേക്ക് നമ്മൾ റിസർവോയറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പമ്പ് ചെയ്ത് വാട്ടറിനെ സ്റ്റോറിംഗ് പർപ്പസിന് വേണ്ടി കൊടുക്കുന്നു. റിസർവോയറിലേക്ക് പമ്പിങ് ചെയ്ത് റിസർവോയറിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്ന വാട്ടറിനെ പിന്നെ ഗ്രാവിറ്റിയുടെ ഫ്ലോയിൽ നമുക്ക് എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കുന്നു. കൺസ്യൂമേഴ്സിലേക്ക് ഗ്രാവിറ്റി ഫ്ലോയിൽ വഴി കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നു. അതാണ് കമ്പൈൻഡ് ഗ്രാവിറ്റി ആൻഡ് പമ്പിങ്ങിൽ വരുന്നത്. മെയിൻ ആയിട്ട് 3 മെത്തേഡ്സ് ആണുള്ളത്. മെത്തേഡ് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ, ഗ്രാവിറ്റി ഫ്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ലെവലിലുള്ള ഒരു സോഴ്സിൽ നിന്ന് ലോ ലെവലിലുള്ള കൺസ്യൂമറിലേക്ക് എത്തിക്കാനുള്ള മെത്തേഡാണ് ഗ്രാവിറ്റി ഫ്ലോ.
അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. പമ്പിംഗ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജ് എമൗണ്ടിലൊക്കെ നമുക്ക് വാട്ടർ ആവശ്യം വരുന്ന കേസിൽ നമ്മൾ ഡയറക്റ്റ് സോഴ്സിൽ നിന്ന് പമ്പ് ചെയ്തെടുക്കുന്നു. പിന്നെ കമ്പൈൻഡ് ഗ്രാവിറ്റി അതിന്റെ പമ്പിങ്ങിൽ വരുന്ന എന്താണ്, നമ്മുടെ പമ്പ് ചെയ്ത് ഒരു റിസോഴ്സിൽ പമ്പ് ചെയ്ത് നമ്മുടെ റിസർവോയറിലേക്ക് സ്റ്റോറിംഗ് പർപ്പസിന് വേണ്ടി കൊടുക്കുന്നു. എന്നിട്ട് ഗ്രാവിറ്റി വഴി കൺസ്യൂമേഴ്സിലേക്ക് നമുക്ക് എത്തേണ്ട അടുത്തേക്ക് എത്തിക്കുന്നു. അതാണ് തേർഡ് വൺ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മെയിൻ മെത്തേഡ് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഒരു സർവീസ് കണക്ഷൻ ഒരു ടോപ്പിക്കിൽ എടുക്കുക കേട്ടോ. നമ്മുടെ മെയിനിന്ന് വാട്ടർ മെയിനിന്ന് വാട്ടറിനെ ബിൽഡിങ്ങിലേക്ക് എത്തിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് സർവീസ് കണക്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫെറൂൾ. നമ്മൾ ഗൂസ്നെക്ക് ഒക്കെ പറഞ്ഞില്ലേ കുറച്ചു നേരം മുമ്പ്, ആ സെയിം സംഭവം തന്നെ. കണക്ഷൻ ഫ്രം വാട്ടർ മെയിൻ ടു ബിൽഡിങ്. നമ്മള് വാട്ടർ മെയിനിൽ നിന്ന് ബിൽഡിങ്ങിലേക്ക് വാട്ടറിനെ കൊണ്ടുപോകുമ്പോൾ വരുന്ന കുറച്ച് കണക്ഷൻസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഫെറൂള്. ഫെറൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേഡ് ചെയ്തേക്കുന്നത് ബ്രാസ് ഓർ ഗൺമെറ്റല്. ബ്രാസ് ഓർ ഗൺമെറ്റൽ കൊണ്ടാണ് നമുക്കത് മെയ്ഡ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഗൂസ്നെക്ക്. ഇനി അടുത്തൊരു എലമെന്റ് ആണ് ഗൂസ്നെക്ക്. ആ ഗൂസ്നെക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഗൂസ്നെക്ക് കണക്ഷൻ വാട്ടർ മെയിനിന്ന് ഗൂസ്നെക്കിലേക്കാണ് ഈ ഫെറൂള് കണക്ട് ചെയ്തിരിക്കുന്നത്. അതൊരു റൈറ്റ് ആംഗിൾഡ് സ്ലീവ് ആന്ന് പറയാം. റൈറ്റ് ആംഗിൾഡ് സ്ലീവ് ആണ്. വാട്ടർ മെയിനുള്ള ഒരു റൈറ്റ് ആംഗിൾഡ് സ്ലീവ് ആണ്. അത് ബ്രാസോ ഗൺമെറ്റൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഗൂസ്നെക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അതിന്റെ ഡയമീറ്റർ പറയാറുണ്ട് 10 to 50 mm ഡയ. ഇതാണ് ഫെറൂള്. അടുത്തതാണ് ഗൂസ്നെക്ക്. സെക്കൻഡ് വൺ ആണ് ഗൂസ്നെക്ക്. ഗൂസ്നെക്ക് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഒരു കർവ്ഡ് സൈസ്ഡ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പാണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പാണ്. ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോയിന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ സ്ട്രെസ്സസ് ഒക്കെ ഉണ്ടാവും. എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജോയിന്റ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ സ്ട്രെസ്സസും സ്ട്രെയിൻസും ഒക്കെ ഉണ്ടാവും. അതിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗൂസ്നെക്ക് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ മെയിനിൽ നിന്ന് ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോകുമ്പോൾ വാട്ടർ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഈ വാട്ടർ പൈപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ഗൂസ്നെക്ക് തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പൈപ്പിന്റെ ബ്രേക്കിങ്ങിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്നതാണ് ഗൂസ്നെക്ക്. അതിന്റെ ലെങ്ത് ഒരു 40 to 50 സെന്റിമീറ്റർ ലെങ്തിലാണ് ഈ ഗൂസ്നെക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പാ. അത് നമുക്ക് അങ്ങനത്തെ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് ഫ്ലെക്സിബിൾ ആണ്. അതിന് ബ്രേക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് വണ്ണാണ് സർവീസ് പൈപ്പ്. സർവീസ് പൈപ്പ് എന്താണ്? ഈ വാട്ടറിനെ ക്യാരി ചെയ്യുന്ന കൺവേ ചെയ്യുന്ന പൈപ്പിന് പറയുന്നതാണ് സർവീസ് പൈപ്പ്. ഫോർത്ത് വണ്ണാണ് സ്റ്റോപ്പ് കോക്ക് ഓർ കെർബ് വാൽവ്. സ്റ്റോപ്പ് കോക്ക് അല്ലെങ്കിൽ കെർബ് വാൽവ്. എന്തെങ്കിലുമൊക്കെ പ്ലംബിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ റിപ്പേഴ്സ് വരുവാണെങ്കിൽ നമുക്ക് വാട്ടർ സപ്ലൈനെ ക്ലോസ് ചെയ്യണ്ടേ, ഷട്ട് ഡൗൺ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് സ്റ്റോപ്പ് വാൽവ് അല്ലെങ്കിൽ കെർബ് വാൽവ് എന്ന് പറയുന്നത്. അതൊരു ചേംബറിൽ കവറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു വാൽവ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ഫോർ റിപ്പയറിംഗ് വർക്കിന് വേണ്ടി നമ്മുടെ വാട്ടർ സപ്ലൈനെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി, കട്ട് ഓഫ് വാട്ടർ സപ്ലൈ അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്റ്റോപ്പ് കോക്ക് അല്ലെങ്കിൽ കെർബ് വാൽവ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് അടുത്തൊരു കമ്പോണന്റ് വാട്ടർ മീറ്റർ. ഫിഫ്ത്ത് കമ്പോണന്റ് ആണ് വാട്ടർ മീറ്റർ. വാട്ടർ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വാട്ടർ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൺസ്യൂമേഴ്സിന് എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സിസ്റ്റം ആണ് വാട്ടർ മീറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു എൻക്ലോസ്ഡ് ചേംബറിൽ കവറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും
കൊടുത്തിരിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് വാട്ടർ മെയിനിന്റെ ബിൽഡിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത്ര 5 എലമെന്റ്സ് ആണ് വരുന്നത് അതിനകത്ത്. അടുത്തത് ഫെറൂൾ ആയിരുന്നു. ഫെറൂൾ എന്ന് വെച്ചാൽ വാട്ടർ മെയിൻ കൊടുക്കുന്നതാണ്. ഗൂസ് നെക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഗൂസ് നെക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പാണ് സ്ട്രെസ്സിനൊക്കെ റിലീവ് ചെയ്യാൻ വേണ്ടി. പിന്നെ സർവീസ് പൈപ്പ്, അത് കൺവേ ചെയ്യുന്ന പൈപ്പ്. സ്റ്റോക്ക് പോക്കോ അല്ലെങ്കിൽ കർബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിപ്പയറിംഗ് വർക്സിലൊക്കെ സപ്ലൈനെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. പിന്നെ വാട്ടർ മീറ്ററിംഗ് പർപ്പസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി നമുക്കൊരു ചെറിയ ടോപ്പിക് ഉണ്ട്, പമ്പ്സ്. നമുക്ക് 4 എടുക്കാം കേട്ടോ. അതോടുകൂടി നമ്മുടെ വാട്ടർ സപ്ലൈ തീരും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നാളെ സാനിറ്ററി എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പമ്പ്സ് 4 എടുക്കേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേരെ. വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.